പ്രബോധന ദൗത്യവുമായി നാം നിർവഹിക്കുന്ന ഈ സദുദ്യമങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. നാഫിയായ ഇൽമ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ പാപങ്ങളെ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു രണ്ട് ലോകത്തും വിജയിക്കുന്ന സാലിഹ്യങ്ങളായ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ചരിത്രപാതയിലേക്ക് നല്ലവരായ പ്രേക്ഷകർക്ക് വീണ്ടും സ്നേഹസമ്പന്നമായ സ്വാഗതം. KICRന്റെ ചരിത്രപാത എന്ന അധ്യായത്തിൽ നാം എല്ലാ തിങ്കളാഴ്ചകളിലും ഇതേ സമയം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഏടുകൾ പരതുകയാണ്, പഠിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നാം വളരെ ദീർഘമായ ഒരു ചരിത്രത്തിന്റെ അധ്യായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ സാമൂഹ്യ മേഖലയിലെ ഏറ്റവും സുപ്രധാനമായ സംഭവ വികാസങ്ങളിലൂടെ ആ ചരിത്രം പുരോഗമിച്ചു വരുന്നതിനിടയിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം പിരിയുകയുണ്ടായത്. ഇന്ന് ഇൻഷാ അല്ലാഹ് ആ ചരിത്രത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നാം കടന്നു വരികയാണ്. എല്ലാ നല്ലവരായ സഹോദരങ്ങൾക്കും സഹപ്രവർത്തകർക്കും വീണ്ടും സ്വാഗതം നേരുകയാണ് ചരിത്രപാത എന്ന നമ്മുടെ ഈ ചരിത്ര പഠന പര്യടന പരിപാടിയിലേക്ക്. ചരിത്രപാതയിൽ നാം ഹസ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോടൊപ്പമാണ്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സച്ചരിതരായ സ്വഹാബിവരന്മാരിൽ ഏറ്റവും ഉത്കൃഷ്ടരും ശ്രേഷ്ഠരുമായ സുഖലോക സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട 10 മഹാന്മാരായ സ്വഹാബിവരന്മാരിൽ ഒരാളും മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 2 പെൺമക്കളെ വിവാഹം ചെയ്യാനുള്ള അത്യപൂർവമായ ഭാഗ്യം സിദ്ധിച്ച മഹാനും ഇസ്ലാമിന്റെ 3ാം ഖലീഫയുമായി തീർന്ന മഹാനായ ഹസ്രത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ദുന്നൂറൈൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. ഏതാനും ആഴ്ചകളായി നാം ആരംഭിച്ചിരിക്കുന്ന ഈ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലൂടെയുള്ള ഈ സഞ്ചാരം അതിന്റെ അവസാന ഭാഗത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് പ്രവേശിക്കുന്നത്. ഇന്ന് സമയം അനുവദിക്കുകയാണ് എങ്കിൽ, സമയം അനുകൂലമായി വരികയാണ് എങ്കിൽ ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ആ അധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തെ സംബന്ധിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. അദ്ദേഹത്തിന്റെ ജനനത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ശൈശവ ബാല്യകാലങ്ങളെ സംബന്ധിച്ചും പരിശുദ്ധ മക്കായിൽ അദ്ദേഹം ജീവിച്ച ജീവിതഘട്ടങ്ങളെ സംബന്ധിച്ചും നാം പറയുകയുണ്ടായി. ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളെ അഭിമുഖീകരിച്ച സന്ദർഭങ്ങൾ നാം വിവരിക്കുകയുണ്ടായി. അതേപോലെ തന്നെ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന് വേണ്ടി നടത്തിയ 2 ഹിജ്റ പലായനങ്ങളെ സംബന്ധിച്ച് നാം പറയുകയുണ്ടായി. അബിസീനിയയിലേക്കുള്ള 1ഉം 2ഉം പലായനങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, ഹിജ്റയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്റെ ഭാര്യ സമേതമാണ് ഈ ഹിജ്റയ്ക്ക് പോകാൻ സന്നദ്ധനായത്. എന്തിനേക്കാളുമേറെ ഇസ്ലാമിനെയും മുസ്ലിമായി ജീവിക്കാനുള്ള ആ സ്വാതന്ത്ര്യത്തിനും വില കൽപ്പിച്ച മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ തേടി മറ്റൊരു ഹിജ്റയുടെ പുണ്യം കൂടി കടന്നു വന്നു. അത് മദീന മുനവ്വറയിലേക്കുള്ള ഹിജ്റയായിരുന്നു. മദീന മുനവ്വറയിൽ എത്തിയതിനു ശേഷം മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഇസ്ലാമിക സാമൂഹ്യ ജീവിതത്തിന്റെ കയറ്റിറക്കങ്ങളിലൂടെ സഞ്ചരിച്ച മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ത്യാഗോജ്വലമായ ജീവിതവും നാം കഴിഞ്ഞ ആഴ്ചകളിൽ പറയുകയുണ്ടായി. ഇസ്ലാമിക സമൂഹത്തിന് അദ്ദേഹം എவ்விധം താങ്ങും തണലുമായി വർത്തിച്ചു എന്നും അദ്ദേഹം എന്തെല്ലാം വലിയ സംഭാവനകൾ ഇസ്ലാമിക സമൂഹത്തിന് ചെയ്തു എന്നും നാം കാണുകയുണ്ടായി, പറയുകയുണ്ടായി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അത് മുഴുവൻ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര തന്നെ എളുപ്പമാവില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചരിത്രം ഏകകണ്ഠമായി രേഖപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളൊക്കെ തന്നെയും നാം പറയുകയുണ്ടായി. ബദർ യുദ്ധത്തിന്റെയും ഉഹദ് യുദ്ധത്തിന്റെയും അഹ്സാബ് യുദ്ധത്തിന്റെയും മാത്രമല്ല ജയ്ഷുൽ ഉസ്ര എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരധ്യായത്തിലെയും എല്ലാം മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യം നമ്മൾ പറയുകയുണ്ടായി. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രമാത്രം ഈ സഹാബിവരനെ സ്നേഹിച്ചിരുന്നു എന്നതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ പറയുകയുണ്ടായി.
മാത്രമല്ല ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പായി മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഖേദകരമായ ചില പ്രവചനങ്ങൾ കൂടെ നടത്തുകയുണ്ടായി എന്ന് നാം പറഞ്ഞു, പരിശോധിക്കുകയുണ്ടായി. അതെല്ലാം സഹീഹായ ഹദീസുകളിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്ന ആ സംഭവങ്ങളിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായും വ്യംഗ്യമായും നബി സൂചിപ്പിക്കുകയുണ്ടായി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തിന്റെ അവസാന ഘട്ടം അത്ര തന്നെ ആശ്വാസകരമാവില്ല. അത് വളരെ ഖേദ നിർഭരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോവുക. പല പ്രയാസങ്ങളും പല വിഷമങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് വരാനിരിക്കുന്നുണ്ട് എന്നതിന് വ്യക്തമായ പ്രവചനങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവറുകൾ നൽകുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് നാം വളരെ പെട്ടെന്ന് അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരുടെയും ഖിലാഫത്തിലൂടെ കടന്നു പോന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും അവരോടൊപ്പം ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഹിച്ച സാന്നിധ്യങ്ങളെ സംബന്ധിച്ച് നാം പറയുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്ലാമിന്റെ മൂന്നാം ഖലീഫയായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ആദ്യകാലങ്ങളൊക്കെ തന്നെയും വളരെ സമ്പൽ സമൃദ്ധിയുടെ കാലമായിരുന്നു എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഇസ്ലാമിക രാജ്യം വളരെയേറെ വികാസം പ്രാപിച്ച ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. അങ്ങ് കാബൂൾ വരെയും ടുണീഷ്യ വരെയുമുള്ള വളരെ പ്രവിശാലമായ ഒരു ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരിയായി തീരാനുള്ള ഭാഗ്യം മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന് ഉണ്ടാവുകയുണ്ടായി എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് നാം കഴിഞ്ഞ 2 ആഴ്ചകളിൽ നാം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായ വളരെ ഖേദകരമായ ഫിത്നകളെ സംബന്ധിച്ചാണ്. ആ ഫിത്നകൾ ഇസ്ലാമിക സാമൂഹ്യ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ ഫിത്നകളാണ് എന്ന് പറയാൻ കഴിയും. ചരിത്രകാരന്മാർ അങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്. അത് ഉണ്ടായത് അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന അടിസ്ഥാനപരമായി ജൂതനായിരുന്ന ഒരാളുടെ കുബുദ്ധിയിൽ നിന്നാണ് ആ ഫിത്നകൾ ആരംഭം കുറിച്ചത്. അതെങ്ങനെയാണ് ഒരു ഫിത്നയായി കാർമേഘങ്ങളായി ഇസ്ലാമിക രാജ്യത്തിന്റെ വിഹായസിൽ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത്, മൂടിക്കെട്ടിയത് എന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുസ്മരിക്കുകയുണ്ടായി, പറയുകയുണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു സബ ഇസ്ലാമിക രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ട് ഖലീഫക്കെതിരെയും ഖലീഫയുടെ നയങ്ങൾക്കെതിരെയും അദ്ദേഹത്തിന്റെ ചില പ്രവൃത്തികളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പല ആരോപണങ്ങളും ഉന്നയിക്കുകയുണ്ടായി. ആ ആരോപണങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചു. ആ ആരോപണങ്ങളൊക്കെ എത്ര അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിച്ചു എന്ന് പറഞ്ഞത്, അതുപോലെ തന്നെ അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ നാടുകടത്തി എന്ന് പറഞ്ഞത്, ഇങ്ങനെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞത്, ഉഹദ് യുദ്ധത്തിൽ ഓടിപ്പോയി എന്ന് പറഞ്ഞത്, ബൈഅത്തുർ റിദ്വാനിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായില്ല എന്ന് പറഞ്ഞത്, ഇങ്ങനെ വളരെ വളരെ വ്യക്തമായും അടിസ്ഥാനരഹിതമാണ് എന്നാർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ആരോപണങ്ങളായിരുന്നു. ഏകദേശം 20ഓളം ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ അവർ ഉന്നയിക്കുകയുണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു സബവും അദ്ദേഹത്തിന്റെ ബസറയിലും കൂഫയിലും ഈ 2 ഇറാഖിയ നഗരങ്ങളിലും അതുപോലെ തന്നെ ഈജിപ്തിലും ഉണ്ടായിരുന്ന ആൾക്കാർ പലരും അദ്ദേഹത്തോടൊപ്പം കൂടുകയുണ്ടായി എന്നാണ്. അങ്ങനെ അവര് ആ വിഷയങ്ങളിലൊക്കെ പല ദുരാരോപണങ്ങളും നടത്തിയതിനു ശേഷം പിന്നെ അവരവരുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഫിത്ന അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കുന്ന അവസാന ഭാഗങ്ങളിലേക്കാണ് നമുക്ക് ഇന്ന് പോകേണ്ടത് എന്ന് നാം പറയുകയുണ്ടായി. ഈ സന്ദർഭം, ഈ ചരിത്രം നടക്കുന്ന, ഈ സംഭവങ്ങൾ നടക്കുന്ന കാലം എന്ന് പറയുന്നത് ഹിജറ 35-ാം വർഷമാണ്. ഹിജറ 35-ാം വർഷം. തങ്ങളുടെ ഈ ഗോപ്യമായ ഇംഗിതങ്ങളുമായി അവർ മദീന മുനവറയിലേക്ക് പുറപ്പെടുന്ന ചിത്രമാണ് നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. ബസ്രയിൽ നിന്നും കൂഫയിൽ നിന്നും ഈജിപ്തിൽ നിന്നുമായി അബ്ദുല്ലാഹി ഇബ്നു സബഇന്റെ ഈ ദുർചിന്തകളിൽ ആകൃഷ്ടരായ ഏകദേശം 2000ഓളം വിപ്ലവകാരികൾ മദീനയിലേക്ക് പുറപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ഖേദകരമായ അധ്യായങ്ങളിലൂടെയാണ് ഈ സംഭവം കടന്നു പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ബസ്രയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട അവിടുത്തെ ചില ആൾക്കാർ ആ ടീമിനോടൊപ്പം ഉണ്ടായിരുന്നു. ഹക്കീം ബിൻ ജബല, ബിശ്ർ ബിൻ ഷുറൈഹ്, ഫരീഹ് ബിൻ അബ്ബാദ്, ഇബ്നുൽ മുഹറഖുൽ ഹനഫി തുടങ്ങിയ ആൾക്കാരൊക്കെ
ബസറയിൽ നിന്ന് ഈ സംഘത്തോടൊപ്പം പോന്നിരുന്നു. ഏകദേശം 1600ഓളം ആൾക്കാർ അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് ചില ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൂഫയിൽ നിന്ന്, മറ്റൊരു ഇറാഖി നഗരമായ കൂഫയിൽ നിന്ന് അൽ അഷ്തറുൻ നഖഈ എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആൾ, സെയ്ദ് ബിൻ സൗഹാൻ എന്ന് പറയുന്ന ആൾ, സിയാദ് ബിൻ നളർ അൽ ഹാരിസി എന്ന് പറയുന്ന ആൾ, അബ്ദുല്ലാഹിൽ അസം എന്ന് പറയുന്ന ആൾ, ഇങ്ങനെയുള്ള ഈ ആൾക്കാരുടെ നേതൃത്വത്തിൽ അവിടെ നിന്ന് ഒരു നല്ല ഒരു സംഘം ആൾക്കാർ അവരും പുറപ്പെട്ടു. നേരത്തെ ഉറപ്പിച്ചതുപോലെ തന്നെ. അതുപോലെ തന്നെ ഈജിപ്തിൽ നിന്ന് അൽ ആഫിഖി ബിൻ ഹർബ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന്റെ കീഴിൽ വലിയൊരു ബറ്റാലിയനുമായി അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആൾക്കാരും, ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ 3 പ്രധാന നഗരങ്ങളിൽ നിന്നും ഏകദേശം 2000-ത്തിലധികം പേർ വരും എന്നാണ് എല്ലാ ചരിത്രങ്ങളും പറയുന്നത്. ഏതായിരുന്നാലും അവരെല്ലാവരും പരിശുദ്ധ മദീന മുനവ്വറയെ ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ്. ഇസ്ലാമിക രാജ്യത്ത് ഇത്തരമൊരു സംഭവം ആദ്യമാണ്, ഇസ്ലാമിക സാമൂഹ്യ വ്യവസ്ഥയിൽ ആദ്യമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. മുസ്ലിമീങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ തന്നെ മുസ്ലിമീങ്ങളുടെ ഖലീഫയും എല്ലാവരുടെയും സർവാദരണീയനുമായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ രാഷ്ട്രീയമായ നീക്കങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് അവര് പുറപ്പെടുകയും അവർ അങ്ങനെ പരിശുദ്ധ മദീനയിൽ എത്തിച്ചേരുകയും ചെയ്യുകയുണ്ടായി എന്നാണ്. ഹിജ്റ 35-ാം വർഷം ദുൽഖഅദ് മാസത്തിലായിരുന്നു ഈ സംഭവം എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. അങ്ങനെ ഈ സംഘം, ഈ ആൾക്കാർ എല്ലാവരും മദീനയിലേക്ക് വന്നു. ഇതോടുകൂടെ ഇസ്ലാമിക രാജ്യത്ത് വലിയൊരു ചർച്ചയായി. കാരണം ഇസ്ലാമിക ചരിത്രത്തിൽ വലിയൊരു വിപ്ലവം ഉണ്ടാവുകയാണ്. പിൽക്കാലത്ത് ആഭ്യന്തര യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സിഫീൻ യുദ്ധം, ജമൽ യുദ്ധം തുടങ്ങിയ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പിൽക്കാലത്താണ് ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണത്. ഉള്ളിലേക്ക് മദീന മുനവ്വറയിലേക്ക് ഈ സംഘങ്ങൾ അവർ വരുമ്പോൾ അവരുടെയൊക്കെ ഉള്ളിൽ ലക്ഷ്യം ഉണ്ടായിരുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന് പറയുന്ന ഖലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കുക എന്നതായിരുന്നു ആദ്യത്തിൽ അവരുടെ ലക്ഷ്യം. അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക. അദ്ദേഹം അധികാരം ദുർവിനിയോഗം ചെയ്തു, സ്വജനപക്ഷപാതം കാണിച്ചു, ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ അവരെ പറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് പകരമായി ആര് എന്ന ചോദ്യത്തിന് അവർക്ക് ഏകകണ്ഠമായ ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല എന്നാണ്. പലപ്പോഴും അങ്ങനെയാണ്, ഫിത്നകൾക്കൊക്കെ ഒരു ബാഹ്യമായ ഒരു ഐക്യരൂപം മാത്രമേ ഉണ്ടാവുള്ളൂ. ഉള്ളിന്റെ ഉള്ളിൽ അവർ വലിയ പൊട്ടിത്തെറിയുടെ മുമ്പിലായിരിക്കും. ആ പൊട്ടിത്തെറിയാണ് അവരെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരിക്കുമെന്നാണ്. ഈ പുറപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിൽ ഈജിപ്തുകാരായ ആൾക്കാരുടെ മനസ്സിലുണ്ടായിരുന്ന ഉദ്ദേശം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കി വാഴിക്കണം എന്നായിരുന്നു. കാരണം അവര് അബ്ദുല്ലാഹിബ്നു സബഅ പറയുന്ന ആ ഒരു ആശയത്തിനനുസരിച്ചാണ് അവർ പോകുന്നത്. അബ്ദുല്ലാഹിബ്നു സബഅ പറയുന്നത് അലി റളിയല്ലാഹു അൻഹു നബിയുടെ വസിയാണ്, അതുകൊണ്ട് നബിക്ക് ശേഷം ഖിലാഫത്തിന്റെ അവകാശവും അധികാരവും അലി ബിൻ അബി താലിബിനാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ഖലീഫയാവാൻ ഏറ്റവും യോഗ്യൻ എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതേസമയം കൂഫക്കാരായ ആൾക്കാർ, വിപ്ലവക്കാരിലെ കൂഫക്കാരായ ആൾക്കാർ, അവര് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കണം എന്ന അഭിപ്രായക്കാരാണ്. കാരണം കുറെ കാലം കൂഫക്കാരുടെ അമീറായിരുന്നു സുബൈർ ബിൻ അവ്വാം. സുബൈർ ബിൻ അവ്വാമിനെ അവർക്ക് ശരിക്കറിയാം റളിയല്ലാഹു അൻഹു. അതേസമയം മറ്റൊരു പ്രദേശമായ ബസറയിൽ നിന്ന് വന്ന വിപ്ലവകാരികളാണെങ്കിലോ മറ്റൊരു അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട പ്രധാനിയായ സഹാബിയ ത്വൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ ആക്കണമെന്നാണ് അഭിപ്രായം. കാരണം കുറച്ചു കാലം അദ്ദേഹം അവരുടെ വാലിയായിരുന്നു, ഗവർണറായിരുന്നു. എന്തായിരുന്നാലും അങ്ങനെ എല്ലാവരും കൂടി മദീന മുനവ്വറയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവര് പുറപ്പെട്ടു. ഒരു മദീനയുടെ അടുത്തെത്തി, ഈ വിഷയം ഖലീഫയുടെ അടുത്തെത്തി. മദീനയിലെ മുസ്ലിമീങ്ങളായ ആൾക്കാർ മുഴുവനും ഈ വിഷയം അറിഞ്ഞു. വലിയ വിപ്ലവകാരികളായ ഒരു സംഘം ആൾക്കാർ മദീനയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം ഉസ്മാൻ ബിൻ അഫ്ഫാനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് എന്നവർ മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കിയ ഉടനെ തന്നെ മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വഴിയിൽ വെച്ച് തന്നെ അവരെ കാണുവാൻ വേണ്ടി പുറപ്പെട്ടു എന്നാണ്. അദ്ദേഹം കാണാൻ പുറപ്പെട്ടത് മിസ്റിൽ നിന്ന് വരുന്ന, ഈജിപ്തിൽ നിന്ന് വരുന്ന ആൾക്കാരെ കാണാനാണ്. കാരണം ഈജിപ്തിലെ ആൾക്കാരാണ് അലി ബിൻ അബി താലിബിന് വേണ്ടി വാദിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ പറയുകയുണ്ടായല്ലോ.
ഏതായിരുന്നാലും മദീനയുടെ ഏതാനും മൈലുകൾക്കപ്പുറത്ത് വെച്ച് അവർ അലി റളിയല്ലാഹുവിനെ കണ്ടു. അലി റളിയല്ലാഹുവിനെ കണ്ടതോടെ അവർക്ക് വലിയ സന്തോഷമായി. അവർ വല്ലാത്ത സ്വാഗതം പറഞ്ഞു, സ്വീകരിക്കുക ചെയ്തു. പക്ഷേ അലി റളിയല്ലാഹുവിന് അവരോട് വളരെ കാർക്കശ്യമായി തന്നെ സംസാരിക്കുകയുണ്ടായി. അലി റളിയല്ലാഹുവിന് അവരോട് അവരെ വളരെ ശക്തമായി താക്കീത് ചെയ്യും, വളരെയേറെ ശക്തമായ ഭാഷയിൽ തന്നെ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. മഹാനായ അലി റളിയല്ലാഹുവിനു അന്ന് പറഞ്ഞത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിനാൽ ശപിക്കപ്പെട്ടവരാണ് നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ നീക്കങ്ങൾ നടത്തുന്ന ആൾക്കാർ ശപിക്കപ്പെട്ടവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ വന്ന ആ ശാപത്തിന് നിങ്ങൾ പാത്രീഭവിക്കരുത്, നിങ്ങൾ മടങ്ങുക എന്ന് പറയുകയും ലാ സബ്ബഹകുമുല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിരുത്സാഹപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അതേസമയം തൽഹ റളിയല്ലാഹു തആല അൻഹു ബസ്രക്കാരോടും സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു കൂഫക്കാരോടും ഒക്കെ ഇങ്ങനെ പറയുകയാണ്. കാരണം അവരൊക്കെ അവരോട് ഏറ്റവും അടുത്ത ആൾക്കാരായതുകൊണ്ട് അവരോട് പറയുകയുണ്ടായി, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു ശ്രമത്തിന് മുതിരരുത് എന്നവർ പറയുകയുണ്ടായി. അങ്ങനെ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും ഉന്നതരായ സഹാബിവരന്മാരാണ് ഈ 3 സഹാബിവരന്മാർ. സർവാംഗീകൃതരായ ആൾക്കാരാണ് അവർ. അലി റളിയല്ലാഹു അൻഹു ആണെങ്കിലും തൽഹത്ത് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു ആണെങ്കിലും. ഏതായിരുന്നാലും അവസാനം അവർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. അവരെന്ത് ചെയ്തു? അവര് പിന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ നേരിട്ട് കാണേണ്ടതുണ്ട്, ഞങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പ്രക്ഷോഭകാരികളുടെ പ്രതിനിധികൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ വന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് അവര് തങ്ങൾക്ക് പറയാനുണ്ടായിരുന്ന ആരോപണങ്ങൾ ഓരോന്നോരോന്നായി അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്. ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ആ ആരോപണത്തിന്റെ ശരിയായ മറുപടി അവരെ ഉത്തരം മുട്ടിക്കുന്ന ക്രമത്തിലുള്ള മറുപടി, അതായത് ഒരിക്കൽ ചോദിച്ചാൽ പിന്നെ ആ ചോദ്യം വീണ്ടും ചോദിക്കാനോ അല്ലെങ്കിൽ ആ ചോദ്യത്തിൽ നിന്ന് മറ്റൊരു ഉപചോദ്യവുമായി വീണ്ടും വരാനോ പോലും കഴിയാത്ത വിധത്തിലുള്ള മറുപടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു നൽകി. ഏതായിരുന്നാലും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അങ്ങനെയൊക്കെ മറുപടി നൽകിയെങ്കിലും അദ്ദേഹം ഒരു സമാധാനപ്രിയനാണ്. നാട്ടിൽ കുഴപ്പമുണ്ടാവരുത്, എന്റെ കാരണത്തിന് വേണ്ടിയാണെങ്കിലും അന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണെങ്കിലും നാട്ടിൽ കുഴപ്പമുണ്ടാവരുത് എന്ന് അദ്ദേഹം കഠിനമായി ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ ആദ്യം അവർ പറഞ്ഞു, കാരണം നിങ്ങൾ അധികാരം ഒഴിയണം എന്ന് പറയുമ്പോൾ അത്ര തന്നെ പ്രഥമ ഘട്ടത്തിൽ തന്നെ അങ്ങനെ പറയുക എന്ന് പറയുന്നത് ഒരു മാന്യത കുറവാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾ നാട് കടത്തിയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരണം, നിങ്ങൾ നിഷേധിച്ച ആൾക്കാർക്ക് നിങ്ങൾ നൽകണം, അതുപോലെ തന്നെ വിശ്വസ്തരായ ആൾക്കാരെ മാത്രം ആമിലുകളായി നിയോഗിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ ഇസ്ലാമികമായ എന്ത് കാര്യങ്ങൾ ഭാഗിച്ചു കൊടുക്കുകയാണെങ്കിൽ നീതിപൂർവ്വം ഭാവിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, അതൊക്കെ സമ്മതിക്കാമെന്ന് പറഞ്ഞു. അതൊക്കെ രേഖപ്പെടുത്തുകയും ഒരു കിതാബ് ഒരു രേഖയായി തന്നെ വെക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാണ്. പിന്നെ അതിന്റെ വിശദാംശങ്ങൾ എന്ന അർത്ഥത്തിൽ അവർ 2-3 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. അവരുടെ ആവശ്യങ്ങൾ, ഒന്നാമത്തെ ആവശ്യം ഈജിപ്തിലെ ഗവർണറായ അബ്ദുല്ലാഹ് ഇബ്നു സഅദ് ബിൻ അബൂ സർഹിനെ തൽസ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം അബ്ദുല്ലാഹ് ഇബ്നു അബൂസർഹിന്റെ പകരമായിട്ട് അവിടെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ഗവർണറാക്കണം എന്നായിരുന്നു. ഈ ചരിത്രം, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ചരിത്രങ്ങൾ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായും നമ്മെ വേദനിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം സത്യത്തിൽ ഇതാണ്. മറ്റു വിപ്ലവകാരികളായി വന്ന ആൾക്കാരൊക്കെ തന്നെയും അവരൊന്നും സഹാബിമാരല്ല എന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട സഹാബിമാരൊന്നും വിപ്ലവകാരികളോടൊപ്പം നിന്നിട്ടില്ല, അതൊക്കെ തന്നെയും വ്യക്തമാണ്. എന്നാൽ സഹാബിമാരുടെ കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠനായ ഒരു സഹാബി വിപ്ലവകാരിയോടൊപ്പം ഉണ്ടായിരുന്നു എന്നത് എല്ലാ ചരിത്രങ്ങളും പറയുന്നുണ്ട്. അത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദ് ആയിരുന്നു എന്നാണ്. അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ജനിച്ച മകനാണ് മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജ് യാത്ര ആരംഭിച്ചതിനിടയിലായിരുന്നു ഈ പ്രസവം, മുഹമ്മദിന്റെ ജനനം എന്നുള്ളതൊക്കെ ചരിത്രത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. ഏതായിരുന്നാലും മാത്രമല്ല ഈ 2 ആവശ്യങ്ങളാണ് അവർ ഏറ്റവും പ്രധാനമായി
മുന്നോട്ട് വെച്ചത്. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാ ശരി, ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ പറയുന്നതിന് സമ്മതിക്കുന്നു. അബ്ദുല്ലാഹി ബിൻ അബൂ സർഹിനെ ഒഴിവാക്കാം, മുഹമ്മദ് ബിൻ അബൂബക്കറിനെ ഈജിപ്തിലെ ഗവർണറായി നിയോഗിക്കുകയും ചെയ്യാം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവർക്ക് അതിനുവേണ്ട രേഖ നൽകി, അതിനുവേണ്ട കത്തും നൽകി. അബ്ദുല്ലാഹി ബിൻ അബൂ സർഹിനെ സ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടും മുഹമ്മദ് ബിൻ അബൂബക്കറിനെ മിസറിലെ പുതിയ ഗവർണറായി നിയോഗിച്ചുകൊണ്ടും നിശ്ചയിച്ചുകൊണ്ടുമുള്ള കത്തൊക്കെ അവർക്ക് നൽകി. മാത്രമല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചർച്ചയ്ക്കൊടുവിൽ അവരോട് പറഞ്ഞു, ഇതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത, അതാണ് എല്ലാതരം വിട്ടുവീഴ്ചയും വളരെ മാന്യമായ വിട്ടുവീഴ്ചകളൊക്കെ തന്നെയും അദ്ദേഹം ചെയ്യാം. അദ്ദേഹം അവരോട് എല്ലാ ചർച്ചകളും തീർന്നതിന് ശേഷം പറഞ്ഞു, ഇനി നിങ്ങൾ യാതൊരു കുഴപ്പമുണ്ടാക്കരുത്, മുസ്ലിമീങ്ങളുടെ ഏകതയെ നിങ്ങൾ ഭഞ്ജിക്കരുത്, അതുപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ ഒരു കരാറ് തന്നെ എനിക്ക് തരണം, അതിന് നിങ്ങളൊരു വാക്ക് തന്നെ വേണം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയൊക്കെ ചർച്ചകൾ അവസാനിച്ചതോടുകൂടെ പിന്നെ വിപ്ലവകാരികൾക്ക് വേറൊന്നും പറയാനില്ല. കാരണം അവർ ഖലീഫയുടെ അടുക്കൽ വന്നു, അവരുടെ ആരോപണങ്ങൾ ഉന്നയിച്ചു, അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു. ആ ആവശ്യങ്ങളൊക്കെ ഖലീഫ സമ്മതിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവിടെ ന്യായങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ മദീനയിൽ നിന്ന് സന്തോഷത്തോടെ തിരിഞ്ഞു പോയി എന്നാണ്. അവർ പിരിഞ്ഞുപോയി. അപ്പൊ അതോടുകൂടെ അൽഹംദുലില്ലാ ആ പ്രശ്നം താൽക്കാലികമായി അവസാനിക്കുകയാണ്. മദീനയിലെ മുസ്ലിമീങ്ങൾ വിശ്വസിച്ചത്, അന്ന് മദീനയിൽ ജീവിച്ചിരുന്ന ഏകദേശം 700ഓളം സഹാബിമാരാണ് ബാക്കിയുണ്ടായിരുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. ഈ 700ഓളം സഹാബിവര്യന്മാർക്കും അതുപോലെ തന്നെ മദീനയിലെ അപാലവൃദ്ധം ജനങ്ങൾക്കൊക്കെ വല്ലാത്തൊരു സന്തോഷമായി. കാരണം എന്തായിരുന്നാലും ഒരു വലിയ കാറ്റും കോളും പോലെ ഒരു ഫിത്ന വന്നു, അത് അവസാനിച്ചു കിട്ടിയല്ലോ എന്ന ഒരു തോന്നൽ അവർക്ക് ഉണ്ടായി. അതിൽ എല്ലാവർക്കും വലിയ ആശ്വാസം ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും അങ്ങനെ ആയിരുന്നുവെങ്കിലും ഈ വന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരു നല്ല ഉദ്ദേശവുമായി വന്ന ആൾക്കാരായിരുന്നില്ല. നമ്മൾ നേരത്തെ അവരെ പറ്റി ഏതായാലും പറയുകയുണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു സബ ആണെങ്കിലും അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ധാരാളം ഔദാര്യങ്ങൾ കിട്ടിയ ആൾക്കാർ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ ചില കാരണങ്ങളാൽ ചില ഇസ്ലാമിക ശിക്ഷകൾക്ക് വിധേയരായ ആൾക്കാർ, അവരൊക്കെയാണ് സത്യത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ എന്നിട്ട് പോലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ശക്തമായി വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായി. ഒരു നല്ല ഭരണാധികാരിയുടെ ലക്ഷണമായിരുന്നു അതെല്ലാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഔദാര്യങ്ങൾ പറ്റിയ ആൾക്കാർ വരെ വിപ്ലവകാരികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം പ്രകോപിതനായില്ല. അദ്ദേഹം പിന്നെ വളരെ മാന്യമായി അവരോട് പ്രതികരിക്കുകയുണ്ടായി. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ രംഗത്ത് വന്ന വിപ്ലവകാരികൾ പൊതുവെ ചരിത്രം പറയുന്ന രണ്ട് വിഭാഗക്കാരായ ആൾക്കാരാണ്. ഒന്ന് ദീനിൽ മുവാലിങ്ങളായ ആൾക്കാർ, അതായത് അമിത തീവ്രവാദികളായ മതതീവ്രവാദികളായ ആൾക്കാർ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെറിയൊരു ആശങ്ക വന്നാൽ പോലും അതിനെ വലിയ പർവ്വതീകരിച്ച് കാണിച്ച് പിന്നെ ചെറിയ സംഭവങ്ങളൊക്കെ ഒന്നും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അവർ അതിനെ തുടർന്ന് അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുക്കുന്ന ആൾക്കാരായിരുന്നു ഈ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, വിപ്ലവകാരിലെ ഒരു വിഭാഗം ആൾക്കാർ. അതുകൊണ്ട് തന്നെ അവർ അടിയുറച്ച് വിശ്വസിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ചില സംഭവിച്ചു എന്നും അതിന്റെ പേരിൽ അദ്ദേഹം പഴച്ചിരിക്കുന്നു എന്നും അതിന്റെ പേരിൽ തന്നെ അദ്ദേഹം സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം ആൾക്കാരെന്ന് പറഞ്ഞാൽ സത്യത്തിൽ അവര് ജാഹിലീങ്ങളാണ്, അറിവില്ലാത്തവരാണ്. എന്താണ് ഇസ്ലാം, എന്താണ് ബഹുമാനം, ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ്. പ്രത്യേകിച്ചും മദീനയിൽ നിന്ന് വളരെ ദൂര പ്രദേശത്തുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അവർ. ഇറാഖിയൻ നഗരങ്ങളിലും ഈജിപ്തിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർക്കൊന്നും വേണ്ടത്ര അറിവോ അല്ലെങ്കിൽ എന്താണ് ബഹുമാനങ്ങൾ, എത്രമാത്രം ബഹുമാനങ്ങളാണ് സഹാബിവരന്മാരെല്ലാം കാത്തു സൂക്ഷിച്ചിട്ടുള്ളത്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എത്രമാത്രം സന്തോഷകരമായ ജീവിക്കേണ്ട ഒരു വ്യവസ്ഥിതിയാണ്, ഇക്കാര്യങ്ങളെപ്പറ്റിയൊന്നും ആഴത്തിൽ മനസ്സിലാക്കിയിട്ടില്ലാത്ത, അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹുവിനെ പോലുള്ള മഹാന്മാരായ സഹാബിവരന്മാരുടെ ഖദർ എന്താണ്, മിഖ്ദാർ എന്താണ് എന്നത് ഒന്നും കൃത്യമായി മനസ്സിലാക്കിയിട്ടും പഠിച്ചിട്ടുമില്ലാത്ത ജാഹിലിങ്ങളായ ആൾക്കാർ. അപ്പം വിപ്ലവകാരികളായ ആൾക്കാർ ഇങ്ങനെയാണ്. ഒരു വിഭാഗം വലിയ തീവ്രവാദികൾ, ചെറിയ കാര്യങ്ങളെപ്പോലും വിട്ടുവീഴ്ച മനോഭാവത്തോടെ കാണാൻ കഴിയാത്ത ആൾക്കാർ. അതേസമയം രണ്ടാമത്തെ വിഭാഗം ആൾക്കാരാണെങ്കിലോ ജാഹിലിങ്ങളായ ആൾക്കാർ, വിഡ്ഢികളായ ജാഹിലിങ്ങളായ ആൾക്കാർ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. എന്തായിരുന്നാലും ചർച്ചകളൊക്കെ പൂർത്തിയാക്കി ഈ സംഘങ്ങൾ അവർ മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു എന്നാണ്. പക്ഷെ അപ്പോൾ അവിടെ വേറൊരു സംഭവം നടക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും തിരിച്ചു പോവുകയാണ്. ഈജിപ്തുകാർ ഈജിപ്തിലേക്ക് പോകുന്നു, പിന്നെ ഇറാഖികൾ ഇറാഖിലേക്ക് പോകുന്നു. ഇതിന്റെ ഇടയിൽ
ഈ ഈ വിപ്ലവങ്ങളുടെ ഈ വിപ്ലവങ്ങളുടെ സൂത്രധാരകന്മാരായ ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്. ഒന്ന് അഷ്തറുൻ നഖഈ എന്ന് പറയുന്ന ആൾ, രണ്ടാമത്തെ ഹക്കീം ഇബ്നു ജബല. രണ്ടുപേരും ഇറാഖിൽ നിന്നാണ് രണ്ടുപേരും വരുന്നത്. ഈ രണ്ടുപേരും പോകാതെ മദീനയിൽ തന്നെ കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ചരിത്രം ഈ വിഷയങ്ങളെ സംശയത്തോടെ നോക്കിക്കാണുന്നതെന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവരും പിരിഞ്ഞുപോയി, എല്ലാവരും കൺവിൻസ്ഡ് ആയിരുന്നു, എന്നാൽ ഈ രണ്ടുപേർ പിരിഞ്ഞുപോയില്ല. അപ്പൊ അവർക്ക് എന്തൊക്കെയോ ഗൂഢമായ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. മാത്രമല്ല, എന്തുകൊണ്ട് ഇവർ രണ്ടുപേരും മദീനയിൽ തന്നെ നിൽക്കുന്നു, ബാക്കിയുള്ളവരെ കൂടാതെ? ബാക്കിയുള്ളവരൊക്കെ പോയി, ഇവരെന്തോട് പോയില്ല, അവർക്ക് എന്തോ വേറെന്തോ പ്ലാനുകൾ ഉണ്ട് എന്നൊക്കെയുള്ള ഒരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. എന്തായിരുന്നാലും ഈജിപ്ഷ്യന്മാർ അവരുടെ ഭാഗത്തിലേക്ക് പോയി. അവർക്ക് പോകാനുള്ളത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് അവർക്ക് പോകാനുണ്ടായിരുന്നത്. ബസ്ര, കൂഫ തുടങ്ങിയ ഇറാഖിലേക്ക് പോകുന്ന ആൾക്കാർ കിഴക്ക് വടക്ക് ഭാഗത്തേക്കാണ് പോകാനുള്ളത്. മദീനയിൽ നിന്ന് അവർ ആ ഭാഗത്തേക്കും പോയി. എന്തായിരുന്നാലും അവര് അങ്ങനെ പോയി. അങ്ങനെ പോയിട്ട് ഇനി ഒരു സംഭവം നടക്കുകയാണ്. എന്താണ് സംഭവം വെച്ചാൽ, ഈജിപ്തിലേക്ക് തിരിച്ചു പോകുന്ന വിപ്ലവകാരികൾ ഇങ്ങനെ തിരിച്ചു പോകുന്നതിനിടയിൽ അവര് ഒരു ഒട്ടകപ്പുറത്ത് ഒരു വാഹനക്കാരൻ, ഒരു യാത്രക്കാരൻ പോകുന്നതായി കണ്ടു. ആ യാത്രക്കാരൻ ഇടക്ക് ഇവിടെ പ്രത്യക്ഷപ്പെടും. അതായത് ഈ ഈജിപ്ഷ്യൻ ടീമിന്റെ അടുത്തേക്ക് വരും, പിന്നെ അയാൾ അങ്ങോട്ട് ദൂരേക്ക് പോകും, പിന്നെയും വരും, പിന്നെയും പോകും, പിന്നെയും പോകും. ഇങ്ങനെ കാണുകയും മറയുകയും ചെയ്യുന്ന രൂപത്തിൽ ഒരാൾ സഞ്ചരിക്കുന്നത് കണ്ടു. അപ്പൊ അത് കണ്ടപ്പോ ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു പോക്ക്? അപ്പൊ ജനങ്ങൾക്ക് വിപ്ലവകാരികളായ ഈജിപ്ഷ്യന്മാർക്ക് സംശയമായി. അവര് അയാളെ പിടികൂടി. എന്നിട്ട് കുറച്ചുമ്പോ നീ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ അവരോട് ആ ദൂതൻ പറഞ്ഞു, ഞാൻ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ദൂതനാണ്. എങ്ങോട്ടുള്ള ദൂതൻ? ഈജിപ്തിലേക്കുള്ള. ഈജിപ്തിൽ ആർക്കുള്ള കത്തുമായിട്ടാണ് നിങ്ങൾ പോകുന്നത് ചോദിച്ചു. ഞാൻ അവിടുത്തെ ഗവർണർക്കുള്ള കത്താണ്, അബൂ സർഹിനുള്ള കത്തുമായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞു. സത്യത്തിൽ ഇതൊരു വലിയ പ്ലാനിന്റെ ഭാഗമാണ്. അത് നമുക്കത് പോകുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായിരുന്നാലും അപ്പോ ഈ സംഘത്തിന് ഒരു സംശയമായി. കാരണം എന്താണ്, നമ്മളിപ്പോഴാണ് ഖലീഫിന്റെ അടുക്കൽ നിന്ന് പോകുന്നത്, നമ്മൾ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി, ഈ ചർച്ചയൊക്കെ പൂർത്തിയാക്കി. മാത്രമല്ല, നമ്മളുടെ ഡിമാൻഡ് അനുസരിച്ചുകൊണ്ട് അബൂ സർഹിനെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി മുഹമ്മദ് അബൂബക്കറിനെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള കത്ത് നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കയ്യിലാണ് തന്നിരിക്കുന്നത് കത്ത്. പിന്നെ നമ്മളറിയാതെ നമ്മൾ പോകുന്ന അതേ സ്ഥലത്തേക്ക് വേറൊരു കത്ത് ഖലീഫ കൊടുത്തയക്കണത് എന്തിന്റെ പേരിലാണ്? നമ്മൾ പോകുന്നതിന് ശേഷം ഖലീഫ വേറൊരു കത്ത് കൊടുത്തേക്കണം എന്തിനാണ്? ഇതൊരു സംശയമായി. അതുകൊണ്ട് തന്നെ ആ കത്ത് എന്ത് കത്താണ് എന്ന് അവർക്ക് വലിയ സംശയമായി. അവർ അയാളെ പരിശോധിച്ചു. അദ്ദേഹത്തിന്റെ ദൂതന്റെ കയ്യിൽ നിന്ന് കത്ത് കണ്ടെടുത്തു. ആ കത്ത് അവർ വായിച്ചു. ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഇതാണ്. ആ കത്ത് പറഞ്ഞ പോലെ തന്നെ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കത്താണ്. ഈജിപ്തിലെ ഗവർണറായ അബ്ദുല്ലാഹി ഇബ്നു സഅദ് ബിൻ അബൂ സർഹിനുള്ള കത്താണ്. ആ കത്തിൽ ഖലീഫ എഴുതിയിരിക്കുന്നത് ഫിത്തനക്കാരായ ആൾക്കാർ, ഈജിപ്തിൽ നിന്ന് വന്ന ആൾക്കാർ, ഇന്ന ആൾക്കാരൊക്കെയാണ്, അവരുടെ നേതാക്കന്മാർ അവരൊക്കെയാണ്. അവരൊക്കെ ഈജിപ്തിൽ തിരിച്ചെത്തിയാൽ ഉടനെ അവരെ കൊല്ലുക, അവരിൽ ചിലരെ കുരിശിൽ തറച്ചു കൊല്ലുക, അതുപോലെ തന്നെ അവരിൽ ചിലരുടെ കയ്യും കാലും വെട്ടിക്കളയുക. അതേപോലെ തന്നെ മുഹമ്മദ് ബിൻ അബൂബക്കർ ഖലീഫയായി, വാലിയായി, ഗവർണറായി അധികാരമേൽക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നേക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുഹമ്മദ് ബിൻ അബൂബക്കറിനെ കൊന്നുകളയുക എന്നതായിരുന്നു കത്ത്. ഈ കത്ത് ഖലീഫയുടെ കത്തിന്റെ രൂപത്തിലുള്ളതായിരുന്നു. മാത്രമല്ല, ഖലീഫ ഉപയോഗിക്കുന്ന സീലും കത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഈ സംഭവം കേട്ടതോടുകൂടെ ഖലീഫ നമ്മളെ ചതിച്ചിരിക്കുന്നു, നമ്മളോട് വേറെ കാര്യം പറഞ്ഞു, നമുക്ക് വേറെ കത്ത് തന്നു, എന്നിട്ട് ഖലീഫന്റെ ഉള്ളിലിരുപ്പിന് അനുസരിച്ചുകൊണ്ടുള്ള ഒരു രഹസ്യ കത്തുമായി ദൂതനെ പറഞ്ഞയച്ചിരിക്കുകയാണ് എന്ന് ഈ വിപ്ലവകാരികൾക്ക് മനസ്സിലാകുകയും അവർ അതിവേഗം മടങ്ങുകയും ചെയ്തു. മദീനയിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്തു. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് കാണല്ലോ എന്ന് പറഞ്ഞവർക്ക് പിന്നെ അവർക്ക് സ്വാഭാവികമായും ഈ രംഗങ്ങൾ അവരെ പ്രകോപിതരാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അവർ മടങ്ങുകയായി. അത് ഏകദേശം ദുൽഖഅദ് മാസം പകുതിയാവപ്പോഴാണ് ഈ സമയം എന്നാണ്. അതേപോലെ തന്നെ ഇവർ മദീനയിൽ തിരിച്ചെത്തിയവരുടെ മുസ്ലിമീങ്ങൾ ആകെ അത്ഭുതപ്പെട്ടു പോയി. എന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? ഇവർ പോയവരാണല്ലോ, പിന്നെ എന്താണ് അവർ വഴിയിൽ നിന്ന് മടങ്ങി വരാൻ കാരണം? ഏതായിരുന്നാലും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരോട് ചെന്ന് സംസാരിച്ചു. അവരോട് സംസാരിച്ചപ്പോൾ അവരുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ
പിന്നെ മാത്രമല്ല അവർ പറഞ്ഞു, പിന്നെ ഞങ്ങളെ ഇന്നതൊക്കെ ചെയ്യാൻ വേണ്ടി ഉസ്മാൻ രഹസ്യമായിട്ട് കത്തെഴുതിയിട്ടുണ്ട്. ആ കത്ത് ഞങ്ങൾ ദൂതന്റെ കയ്യിൽ നിന്ന് കയ്യോടെ പിടികൂടിയിട്ടുണ്ട്. അവർ കത്ത് കാണിച്ചു കൊടുത്തു അലി ബിൻ അബി താലിബിന്. മാത്രമല്ല ഇതോടുകൂടെ ഞങ്ങൾക്ക് അയാളുടെ രക്തം ഹലാലായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അലി, നിങ്ങൾ ഞങ്ങളൊപ്പം വരണം അയാൾക്കെതിരെ പ്രവർത്തിക്കാൻ, അയാൾക്കെതിരെ ഞങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. അലി ബിൻ അബി താലിബ് അള്ളാഹു പറഞ്ഞു, വല്ലാഹി ലാ അഖൂമു മഅക്കും ഇലാ ഹാദാ, നിങ്ങളുടെ ഈ ഒരു സ്റ്റാൻഡിൽ ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു പിന്നെ ഈ കത്ത് സത്യത്തിൽ അലി റളിയല്ലാഹു എഴുതിയതാണെന്നൊക്കെ ഷിയാക്കൾ പറഞ്ഞു പരത്താറുണ്ട്. സത്യത്തിൽ അതിനൊന്നും ചരിത്രപരമായ പിൻബലമില്ല. അലി റളിയല്ലാഹു അധികാരത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അതൊക്കെ മറുപടി അർഹിക്കാത്ത വിധത്തിലുള്ള വളരെ വളരെ ചെറിയ ആരോപണങ്ങളാണ് എന്ന് കൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും പിന്നെ അവര് അവസാനം ആ വിഷയം ഇങ്ങനെ ചർച്ചയായി നിൽക്കുന്ന സന്ദർഭത്തിലാണ് അത്ഭുതകരമായി കൂഫയിലേക്കും ബസ്രയിലേക്കും പോയ ആൾക്കാരും തിരിച്ചെത്തി. അത് വല്ലാത്തൊരു സംശയമായിപ്പോയി. അപ്പൊ ആൾക്കാർ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ തിരിച്ചു വന്നത്? ഞങ്ങളെ സുഹൃത്തുക്കളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അവരോട് ബുദ്ധിപരമായ ഒരു ചോദ്യം ചോദിച്ചു. കൈഫ അലിംതും ബിമാ ഹദസ ലി അഹ്ലി മിസ്ർ, മിസ്റിലെ ആൾക്കാർ ഇങ്ങനെ പോകുമ്പോൾ അവർ പോകുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്, നിങ്ങൾ പോകുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തേക്കാണ്. രണ്ടും രണ്ട് ദിശയിലാണ്. ഈജിപ്ഷ്യന്മാർക്ക് വഴിയിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചോദിക്കുകയുണ്ടായി. നിങ്ങൾ പരസ്പരം അറിയില്ലല്ലോ. അതിന്റെ അർത്ഥം നിങ്ങൾ നേരത്തെ നിശ്ചയിച്ച ഒരു പ്ലാൻ ആയിരുന്നു ഇത്. ഹാദാ വല്ലാഹി അംറുൻ ദുബ്ബിറ ബിൽ മദീന, മദീനയിൽ രൂപപ്പെടുത്തപ്പെട്ട ഒരു പദ്ധതിയാണ് ഇത് എന്ന് അലി റളിയല്ലാഹു തിരിച്ചറിഞ്ഞു. അലി റളിയല്ലാഹു അത്രമാത്രം വലിയ ചെറിയ സൂചനകളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന അതീവ ബുദ്ധിമാനായിരുന്നു മഹാനായ അലി റളിയല്ലാഹു അൻഹു. മാത്രമല്ല അതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായി അഷ്തറുൻ നഖഈ, ഹക്കീമുൻ ജബല എന്നീ രണ്ടു വിപ്ലവകാരികളുടെ നേതാക്കന്മാർ തിരിച്ചു പോവാതെ മദീനയിൽ എന്തിനു വേണ്ടിയാണ് നിന്നത് എന്നൊക്കെ അവർക്ക് മനസ്സിലാകുകയും ചെയ്തു. ഏതായിരുന്നാലും അവര് പറഞ്ഞു, വിപ്ലവകാരി പറഞ്ഞു, നിങ്ങൾ എന്തു വെച്ചാലും കരുതിക്കോളൂ, ഞങ്ങള് ഇയാളെ വെറുതെ വിടാൻ ഒരുക്കമല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിടാൻ ഒരുക്കമില്ല എന്ന് പറയുകയുണ്ടായി. ഏതായിരുന്നാലും വിപ്ലവകാര്യങ്ങൾ വീണ്ടും ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് ഈ കത്ത് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു കത്തല്ലേ ചോദിച്ചു. ഇങ്ങനെ ഒരു കത്ത് നിങ്ങൾ എഴുതിയിട്ടില്ലേ, നിങ്ങളത് ചെയ്തതല്ലേ ചോദിച്ചു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ അതിനൊരു തെളിവ് കൊണ്ടുവരുമെന്ന്. ഞാൻ സത്യമായും അള്ളാഹുവാണ് സത്യം, ഞാൻ അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല, അങ്ങനെ ഞാനൊരു കത്ത് എഴുതാൻ കൽപ്പിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കറിയുന്ന കാര്യമല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ സീലിന്റെ കാര്യം, സീല് എന്ന് പറഞ്ഞാൽ അത് കള്ളത്തരത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ എന്റെ കാര്യാലയത്തിലെ ഏതെങ്കിലും ഒരു ഭൃത്യനെ കൊണ്ട് സൂത്രത്തിൽ ഒപ്പിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് മാത്രം ഈ വിഷയത്തിൽ ഞാൻ കുറ്റക്കാരനാണ് എന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു, എന്നാ നിങ്ങളുടെ ബന്ധുവായ മർവാൻ ഇബ്നുൽ ഹക്കമാണ് അതുകൊണ്ട് എഴുതിയിട്ടുണ്ടാകുക, മർവാൻ ഒരു എഴുത്തുകാരനായിരുന്നു, അതുകൊണ്ട് മർവാൻ ആയിരിക്കും എഴുതിയിട്ടുണ്ടാകുക. എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഖലീഫ മർവാൻ അങ്ങോട്ട് വിട്ടുതരൂ, ഞങ്ങൾ അയാളെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. കാരണം എന്താ വെച്ചാൽ അവർ വല്ലാതെ പ്രകോപിതരാണ്. അവർക്ക് മർവാനെ കയ്യിൽ കിട്ടിയാൽ തീർച്ചയായും അവര് ഒരുപക്ഷെ മർവാനെ കൊന്നു കളഞ്ഞേക്കും. അപ്പം പിന്നെ അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവണ്ട, വെറുതെ ഒരാളുടെ ജീവൻ, വെറുതെ നിരപരാധിയായ ഒരാളുടെ ജീവൻ എന്തിനാ വെറുതെ കൊടുക്കുന്ന രീതിയിട്ട് അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരുപാട് തരം ചർച്ചകൾ നടന്നു എന്നാണ്. ഒരുപാട് ദിവസങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹും വിപ്ലവകാരികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടത്തി എന്നാണ്. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, അവരൊരു വലിയ സംഘമായിരുന്നു. ഏകദേശം 1000 പേരോളം ആൾക്കാരുണ്ടായിരുന്നു. മാത്രമല്ല സഹാബത്തിൽ ആ കാലത്ത് മദീനയിൽ ഉണ്ടായിരുന്ന ഏകദേശം 700 പേർ മാത്രമായിരുന്നു എന്ന് നമ്മൾ പറയുകയുണ്ടായി. പിന്നെ
ആ കാലത്ത് മദീനയിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അല്പം പരിതാപകരമായിരുന്നു. ഇപ്പൊ 2000 പേരടങ്ങുന്ന ഈ വലിയ വിപ്ലവകാരികളുടെ സംഘം ഒരുപക്ഷെ ഒരു ആക്രമണത്തിന് മുതിർന്നാൽ അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അന്ന് മദീനയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. ഒന്നാമത് മദീനയിലെ സൈന്യം മദീനയിൽ ഉണ്ടായിരുന്നില്ല. കാരണം അവർ ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ ജിഹാദ് ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, പേർഷ്യയിലും റോമിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെയും. അതേപോലെ തന്നെ മദീനയിൽ വെറും മദീന കാവൽക്കാരായ മദീനയെ കാവൽക്കാനുള്ള ആഭ്യന്തര സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള പട്ടാളക്കാരുണ്ടോ? അതുമില്ല. കാരണം എന്തെന്നാൽ അങ്ങനെ ഒരു ആവശ്യമല്ല. ഇന്നത്തെ കാലം പോലെയല്ല അന്നത്തെ കാലം എന്ന് പറയുന്നത്. കാരണം അവിടെ എല്ലാവരും വിശ്വസ്തരാണ്, വളരെ സുരക്ഷിതരാണ്. അവിടെ അങ്ങനെ ഒരു പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ആവശ്യം അവിടെ കാണുന്നില്ല. ഖലീഫക്ക് പോലും സെക്യൂരിറ്റിന്റെ ആവശ്യം വരുന്നില്ല. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തെ സംബന്ധിച്ച് പറയുന്നത് വലാ യൽഖി മുഅ്മിനുൻ ഇല്ലാ വഹുവ അഖൂഹു എന്നാണ്. അതായത് ഒരു മോമിൻ കാണുന്ന മറ്റൊരു മോമിൻ, ആ മോമിൻ തന്റെ സഹോദരൻ മാത്രമാണ്. അതായത് ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളുടെ സഹോദരങ്ങളായിട്ടാണ് കാണുന്നത്. സഹോദരൻ എന്നതിലപ്പുറത്തുള്ള ഒരു വികാരത്തിലേക്ക് പോകാൻ അവർക്ക് ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് അത്രമാത്രം വലിയൊരു വൈകാരികമായി നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ആർക്കും അവിടെ ഒരു സൈന്യത്തെ സജ്ജമാക്കി നിർത്തിയിട്ടുമില്ല. അത് രണ്ടാമത്തെ കാര്യം. ഇപ്പൊ കുറെ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഇസ്ലാമിക സൈന്യം ഈ സമയത്ത് പേർഷ്യ, റോം, ആഫ്രിക്ക തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള ജിഹാദുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. സൈന്യം അവിടെയാണ് ഉണ്ടായിരുന്നത്, മദീനയിലില്ല. പിന്നെ മദീനയ്ക്ക് മാത്രമായിട്ടുള്ള ഒരു സുരക്ഷാ സൈന്യം ഇല്ല. കാരണം അങ്ങനെ ഒരു ആവശ്യം അവിടെ ഇല്ല. എല്ലാവരും സഹോദര്യത്തോടെ ജീവിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഈ സംഭവം നടക്കുന്നത് ദുൽഖഅദ് മാസത്തിലാണ്, ദുൽഖഅദ് പകുതിയിലാണ് ഇവരുടെ തിരിച്ചറിവൊക്കെ ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു. ഹജ്ജിന്റെ സീസൺ അടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം മുസ്ലിമീങ്ങൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട് കഴിഞ്ഞിരുന്നു. മാത്രമല്ല അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന് മദീനയിലുണ്ട്. ഹിബ്റുൽ ഹാദിഹിൽ ഉമ്മ എന്ന് പറയുന്ന ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണെങ്കിലോ അദ്ദേഹം ആ വർഷത്തെ ഹജ്ജിന് പോകാൻ തയ്യാറായി നിൽക്കുന്ന സമയമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം സമ്മതം ചോദിച്ചു. പിന്നെ അദ്ദേഹത്തിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമ്മതം കൊടുക്കുകയും ചെയ്തു. ആ കാലത്തെ ഹജ്ജിന്റെ അമീറും അദ്ദേഹം തന്നെയായിരുന്നു ആ വർഷത്തിൽ. അപ്പൊ അതുകൊണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ തന്നെയും ഹജ്ജിന് പോകുകയോ അല്ലെങ്കിൽ പോകാൻ ഒരുങ്ങി നിൽക്കുകയോ ചെയ്യുന്ന സമയമായിരുന്നു. എന്തിനധികം മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ വർഷം ഹജ്ജിന് പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന സമയം കൂടിയായിരുന്നു അത് എന്നാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മദീന ഒരു ആഭ്യന്തര സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു നഗരമായിരുന്നില്ല ഈ സമയം. ഈ സമയം എന്ന് പറയുന്നത് അത്രമാത്രം ഒരു ഭീതിതമായ സമയമാണ്. വിപ്ലവകാരികളാണെങ്കിലും 2000-ഓളം പേരുണ്ട് താനും. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തു എന്നറിയാമോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചർച്ചകളിലൂടെ തന്നെ പ്രശ്നത്തിനൊരു പരിഹാരം കാണാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. അതേസമയം കാര്യങ്ങളൊക്കെ തന്നെയും നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും അദ്ദേഹത്തിനോടൊപ്പം നിസ്കരിക്കുന്നു. ഈ വിപ്ലവകാരികളായ ആൾക്കാരും അദ്ദേഹത്തിന്റെ പിന്നിൽ തന്നെയാണ് നിസ്കരിക്കുന്നത്. അങ്ങനെ വന്ന് വെള്ളിയാഴ്ച ദിവസമായി ഈ വിഷയം രണ്ടാമത് തുടങ്ങിയതിന്, ഈ പ്രശ്നം രണ്ടാമത് തുടങ്ങി ഉരുണ്ടുകൂടി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ചയാണ് ചില ഖേദകരമായ സംഭവങ്ങൾ ഉണ്ടായത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പതിവ് പോലെ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഖുതുബയിൽ അദ്ദേഹം വളരെ ഗൗരവമായി പറഞ്ഞു, യാ ഹൗലായിൽ ഖുറബാ, ഈ അന്യദേശങ്ങളിൽ നിന്ന് വന്ന് മദീനയിൽ തമ്പടിച്ചിരിക്കുന്നവരെ, അല്ലാഹ് അല്ലാഹ് فوالله إن أهل المدينة ليعلمون أنكم ملعونون على لسان محمد صلى الله عليه وسلم فامحوا الخطايا بالصواب. മഹാനായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആ പ്രസംഗത്തിൽ വികാരോജ്വലമായി പറഞ്ഞു, അല്ലാഹുവിനെ സൂക്ഷിക്കുക. മദീനയിലെ ആൾക്കാർക്കറിയാം, മുസ്ലിമീങ്ങൾക്കറിയാം, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ ശപിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാപത്തിലേക്ക് പോകരുത്. പാപങ്ങളെ നന്മ കൊണ്ട്, ശരി കൊണ്ട്, തെറ്റുകളെ ശരി കൊണ്ട് നിങ്ങൾ മായ്ച്ചു കളയണമെന്ന് പറഞ്ഞു. അത് കേട്ട സഹാബിവരന്മാർക്കെല്ലാം വലിയ വികാരമുണ്ടായി. മുഹമ്മദ് മുസ്ലിം റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് അന അഷ്ഹദു ബിദാലിക, ഞാൻ അതിന് സാക്ഷ്യം വഹിക്കുന്നു, നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. അതുപോലെ തന്നെ ഹക്കീം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സഹാബിവരന്മാർക്കെല്ലാം അത് വല്ലാത്തൊരു ഇതായി. പക്ഷേ അതേസമയം എന്ത് ചെയ്തു അറിയാമോ? അവിടെ ഒരു ഗിഫാർ വംശജനായ ഒരാളുണ്ടായിരുന്നു. അയാള്, അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ അബൂ മുറൈറ എന്ന് പറയുന്ന ഒരാള്, അവര് പിന്നെ ഈ ഗിഫാർ വംശജനായ ആള് എഴുന്നേറ്റു.
ഖുതുബ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ എഴുന്നേറ്റതിന് ശേഷം അദ്ദേഹം ഞൊടിയിടയിൽ പോവുകയും ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി കുത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ തുടർന്നുള്ള ഖലീഫമാരും എല്ലാം മദീനയിൽ ഖുതുബ നിർവഹിച്ചിരുന്നത്. അപ്പം ഖുതുബ നിർവഹിക്കാൻ കുത്തിപ്പിടിക്കുന്ന വടി ഇങ്ങോട്ട് പിടിച്ചു വാങ്ങുകയും എന്നിട്ട് അത് പൊട്ടിച്ചു കളയുകയും ചെയ്തു. സത്യത്തിൽ അത് വല്ലാത്ത ഖേദകരമായ ഒരു വികാരമാണ് ഉണ്ടാക്കിയത്. കാരണം എന്തെന്നാൽ ആ ദുഷ്ടനായ ആൾ പൊട്ടിച്ചു കളഞ്ഞത് മഹാനായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നബിയുടെ ശേഷം രണ്ട് ഖലീഫമാരായ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും പിന്നെ ഇപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യമായി ലഭിച്ചിരിക്കുന്ന ഒരു വടിയായിരുന്നു അദ്ദേഹം പൊട്ടിച്ചു കളഞ്ഞത്. അതുകൊണ്ട് തന്നെ വല്ലാത്ത ഒരു വേദനയാണ് ഉണ്ടായത്. മാത്രമല്ല അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ നാത്തൽ ഉൻസൽ മിൻ അല ഹാദൽ മിമ്പർ, ഈ മിമ്പറിൽ നിന്ന് ഇറങ്ങുക. നാത്തൽ എന്ന് പറഞ്ഞു. നാത്തൽ എന്ന് പറയുന്നത് അറബികൾക്കിടയിൽ വളരെ മോശമായി ഒരാളെ പരിഹാസ്യമായി വിളിക്കുന്ന ഒരു പേരാണ്. ധാരാളം മുടിയുള്ള മാനിനെ നാത്തൽ എന്ന് പറയാറുണ്ട് അറബിയിൽ. ഉസ്മാൻ റളിയല്ലാഹു ധാരാളം മുടിയുള്ള ഒരാളായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ വിഡ്ഢിയായ വയസ്സനും അങ്ങനെ പറയുമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എന്നെ ചീത്ത പറയുകയാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന് ഏകദേശം 82 വയസ്സ് പ്രായമുള്ള സമയത്താണ് ഈ കാര്യം നടക്കുന്നത് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂൽ മുഖത്ത് നോക്കി പ്രശംസിക്കുകയും താങ്കൾ സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് വിളംബരം ചെയ്യുകയും ചെയ്ത മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ മുഖത്ത് നോക്കി ചരിത്രത്തിൽ ആദ്യമായി ചീത്ത പറഞ്ഞ ആൾ ഇയാളായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും അങ്ങനെ പള്ളിയിൽ ഒച്ചയും പൊളിയൊക്കെയായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയൊക്കെ തുടങ്ങി. ചില ആൾക്കാർ കല്ലെടുത്ത് എറിയാൻ തുടങ്ങി. ഉസ്മാൻ റളിയല്ലാഹുവിന് മുറിവുണ്ടായി. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലൂടെ രക്തം ഒലിക്കുകയുണ്ടായി. അപ്പോഴേക്ക് പ്രധാനപ്പെട്ട സഹാബിമാരെല്ലാം ചാടി വീഴുകയും ഖലീഫയെ സംരക്ഷിക്കുകയും ഖലീഫയെ അവിടെ നിന്ന് എടുത്ത്, അദ്ദേഹം വീണ് കിടക്കുകയായിരുന്നു, അദ്ദേഹത്തെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈ സംഭവത്തിന് ശേഷം പിന്നെ ഉസ്മാൻ റളിയല്ലാഹു വീട്ടിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹം അവസാനമായി വീട്ടിലേക്ക് പോയതായിരുന്നു. ഏതായിരുന്നാലും അത് കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടായെന്നറിയാമോ? ഈ വിപ്ലവകാരികളായ ആൾക്കാർ ഒന്നുകൂടെ മുമ്പോട്ട് പോയി. അവര് പണ്ട് ഇതുവരെ അവർ വിചാരിച്ചിരുന്നത് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ സ്ഥാനഭ്രഷ്ടനാക്കുക എന്ന് മാത്രമായിരുന്നു. ഇപ്പൊ അവരൊരു പുതിയ ലക്ഷ്യം കൂടി മുന്നോട്ട് വെച്ചു. സ്ഥാനഭ്രഷ്ടനാക്കുക അല്ലെങ്കിൽ കൊന്നുകളയുക. അങ്ങനെയുള്ള ഒരു പുതിയ ചുവടുവെപ്പിലേക്ക് അവർ നീങ്ങിയെന്നാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല വീട്ടിലെത്തിയോടുകൂടെ വിപ്ലവകാരികൾ അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞു, അദ്ദേഹത്തിന്റെ വീട് ഉപരോധിച്ചു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ വീട്ടിലേക്ക് പോകാനോ പറ്റാത്ത വിധത്തിൽ അവര് ചുറ്റും കൂടി നിന്നു. 2000 പേരുണ്ട്. നമ്മൾ പറഞ്ഞു മദീനയിൽ വല്ലാത്തൊരു അടിയന്തരാവസ്ഥയാണ് വന്നിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ നമസ്കാരങ്ങൾക്ക് ഇമാമത്ത് വഹിക്കാൻ ഖലീഫ എന്ന അർത്ഥത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിന് പോകാൻ കഴിഞ്ഞില്ല. ഈ കാലങ്ങളിലൊക്കെ മഹാനായ ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു നമസ്കാരങ്ങൾക്ക് ഇമാമത്ത് വഹിച്ചിരുന്നത് ഖലീഫയ്ക്ക് പകരമായി എന്ന് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ഉസ്മാൻ റളിയല്ലാഹുവിന് മനസ്സിലായപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു എന്ത് ചെയ്യുന്നറിയാമോ? ഇപ്പോ മദീനയിൽ ആരുമില്ലല്ലോ, തന്നെ സംരക്ഷിക്കാൻ മാത്രം പോകുന്ന ആൾക്കാരാരുമില്ല. ഉണ്ടെങ്കിൽ തന്നെയൊക്കെ വയസ്സായ ആൾക്കാരും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. അവരൊന്നും മതിയാവില്ല. ഈ 2000-ഓളം വരുന്ന വിപ്ലവകാരികളെ അമർച്ച ചെയ്യാൻ അവർ മതിയാവില്ല. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എത്രയും പെട്ടെന്ന് തന്നെ മറ്റു നഗരങ്ങളിലുള്ള തന്റെ പ്രവിശ്യാ ഭരണാധികാരികളായ ഗവർണർമാർക്ക് പെട്ടെന്ന് സന്ദേശം നൽകി. ഷാമിൽ അബൂ മുആവിയ ബിൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനിക്ക്, അതുപോലെ തന്നെ കൂഫയിൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവാണ് അദ്ദേഹത്തിനിക്ക്, ബസ്രയിലെ ഗവർണർക്ക്, ഇവർക്കൊക്കെ വിഷയം കാണിച്ചുകൊണ്ട് എഴുതി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സൈന്യത്തെ മദീനയിലേക്ക് അയക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വരുന്നത്. പക്ഷേ
നമ്മൾ ഇന്ന് വിചാരിക്കുന്ന പോലെയല്ല. സൈന്യത്തെ ആവശ്യപ്പെടുമ്പോഴേക്ക് തന്നെ ആ കത്ത് അവിടെ എത്താൻ തന്നെ ഒരുപാട് ദിവസം പിടിക്കും. അത് കഴിഞ്ഞ് സൈന്യത്തിന് തയ്യാറെടുക്കാൻ ഒരുപാട് ദിവസം വേണം. ആ സൈന്യം തയ്യാറെടുത്ത് മദീനയിലെത്തണമെങ്കിൽ ഒരുപാട് ദിവസം വേണം. ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലമാണ്. എന്തായിരുന്നാലും അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഏതായിരുന്നാലും പിന്നെ അദ്ദേഹം അങ്ങനെയുള്ള സന്ദേശം ഈ ഗവർണർമാർക്ക് നൽകുകയുണ്ടായി എന്നാണ്. ഏതായിരുന്നാലും മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല വീട്ടു തടങ്കലിലായി. അവസാനം അദ്ദേഹം തന്റെ വീടിന്റെ കോലായിലേക്ക് ഒരു ദിവസം പുറത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, വികാരോജ്വലമായി ജനങ്ങളോട് സംസാരിച്ചു. എന്താണ് സംസാരിച്ചതെന്നറിയാമോ? നിങ്ങളിൽ അലി ബിൻ അബി ത്വാലിബില്ലേ? നിങ്ങളിൽ സുബൈർ ബിൻ അവ്വാമില്ലേ? തൽഹത്ത് ബിൻ ഉബൈദുള്ള, സഅദ് ബിൻ അബൂ വഖാസ് ഇല്ലേ എന്ന് ചോദിച്ചു. ആൾക്കാരെ നേരെ വന്നിട്ട് അവരൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പൊ ഈ സഹാബിമാരെല്ലാം തെല്ലകലെ ഉണ്ടായിരുന്നു. അവരെല്ലാം മുന്നോട്ട് വന്ന്, ഖലീഫ ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾ ഇതാ ഇന്ന സ്ഥലങ്ങളിലുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് വിപ്ലവകാരികൾ കേൾക്കെ അദ്ദേഹം ഓരോ കാര്യങ്ങൾ ഈ അശ്റത്തുൽ മുബശ്ശറത്തിൽപ്പെട്ട ഈ സഹാബിവരന്മാരോട് ചോദിക്കുകയുണ്ടായി. മിർബദ് ബനി ഫുലാൻ എന്ന് പറയുന്ന, അതായത് മദീന പള്ളിയുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കുടുംബക്കാരുടെ വീടുകളായിരുന്നു ആ വീടുകൾ വാങ്ങി പള്ളിക്ക് വേണ്ടി ആരാണ് സംഭാവന ചെയ്യുക എന്ന് നബി ചോദിച്ചത് നിങ്ങൾക്കറിയില്ലേ? അന്ന് ഞാനാണ് അത് വാങ്ങി സംഭാവന ചെയ്തത്, അത് നിങ്ങൾ അറിയില്ലേ എന്ന് ചോദിച്ചു. അവരെല്ലാം പറഞ്ഞു അതെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബിർ റൂമ വാങ്ങിയവർക്ക് സ്വർഗമുണ്ട് എന്നും മുസ്ലിമീങ്ങൾക്ക് അതിനെ സംഭാവന ചെയ്തവർക്ക് സ്വർഗമുണ്ട് എന്ന് നബി പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ അത് വാങ്ങിയത് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചു. ജയ്ഷുൽ ഉസ്രയെ പറ്റി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തി. അന്ന് ആ സൈന്യത്തിന് വേണ്ടതെല്ലാം ഞാൻ എൻ്റെ സ്വത്തിന്റെ പകുതി ഭാഗം കൊടുത്തുകൊണ്ടാണ് എന്ന് ഞാൻ ആ സഹായം ചെയ്ത് നിങ്ങൾക്കറിയില്ലേ? അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു. അവര് എല്ലാവരും പറഞ്ഞു ഖലീഫ ഉണ്ട്, ഞങ്ങൾക്കെല്ലാം അത് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു അല്ലാഹുമ്മ അഷ്ഹദ് അല്ലാഹുമ്മ അഷ്ഹദ് അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുവേ നീയാണ് സാക്ഷി, ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്തിട്ടുണ്ട്. പിന്നീട് മറ്റൊരിക്കലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു തൊട്ടടുത്ത സമയത്തോ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തിലോ ഇതേപോലെ വരികയും തന്റെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ താൻ ചെയ്യാൻ കഴിഞ്ഞ തന്റെ നന്മകൾ, താൻ ചെയ്ത കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ ഓരോന്നും ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. എന്നതിനു ശേഷം മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വികാരോജ്വലനായി അദ്ദേഹത്തിന്റെ വീടിന്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് ചർച്ചകളും നടക്കുന്നുണ്ട്. കാരണം ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആഗ്രഹിക്കുന്നത്. എന്നാൽ വിപ്ലവകാരികളും ചർച്ചകൾക്ക് തയ്യാറ് തന്നെയാണ്. പക്ഷെ അവരുടെ നിലപാടുകളിൽ അവർ കടുംപിടുത്തം നിർവഹിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് അവര് ചർച്ചകളിൽ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു. ഞങ്ങൾ രണ്ട് ഓപ്ഷൻ മാത്രമാണ് നൽകുന്നത്. ഒന്നുകിൽ താങ്കൾ അധികാരം ഒഴിയുക, അല്ലെങ്കിൽ താങ്കളെ ഞങ്ങൾ വധിക്കുക. ഈ രണ്ടാലൊന്നേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ, മറ്റൊന്നിലേക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന് അവർ തീർത്തു പറയുകയുണ്ടായി. ഇതേ സമയം വേറെ ഒരു ചോദ്യം സ്വാഭാവികമായും ചരിത്രത്തിൽ ഉണ്ടാകും. എന്തുകൊണ്ട് എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് അധികാരം ഒഴിഞ്ഞുകൂടാ? അതിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്തിനാ ഭയപ്പെടുന്നത്? അധികാരം ഒഴിഞ്ഞാൽ ഈ ആൾക്കാർ ആരെങ്കിലും അധികാരത്തിൽ വരും എന്ന് ഭയപ്പെടുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഇസ്ലാമിക ലോകം അവർ അംഗീകരിക്കില്ല. അവിടെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, തൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉണ്ട്, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ഉണ്ട്, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇവരെല്ലാം ഖലീഫയാകാൻ പരമയോഗ്യരായ ആൾക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ നബിയുടെ തൃപ്തി സമ്പാദിക്കാൻ, പ്രീതി സമ്പാദിക്കാൻ കഴിഞ്ഞ സഹാബിവരന്മാരാണ്. അതുകൊണ്ട് ഇവരാരെങ്കിലും ഏൽപ്പിച്ചുകൊണ്ട് അത് പിന്നെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് അധികാരം ഒഴിഞ്ഞ് തൽക്കാലം പ്രശ്നങ്ങളിൽ നിന്ന് തന്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ്. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം അതിന് തയ്യാറായില്ല എന്നറിയാമോ? അത് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ 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 വ്യക്തമായ ഭാഷയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ, നിങ്ങളുടെ ഈ കുപ്പായം അഴിക്കുവാൻ ആര് ശ്രമിച്ചാലും താങ്കൾ ഒന്നിന്റെ പേരിലും അത് അഴിച്ചു കൊടുക്കാൻ പാടില്ല. നിങ്ങൾ മുഖാവമത്ത് ചെയ്യണം, പിടിച്ചു നിൽക്കണം എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത്തരം ഒരു ശ്രമത്തിലേക്ക് പോയില്ല എന്നതാണ്. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അതേസമയം
ഈ പറഞ്ഞ ആൾക്കാര് ഈ പറഞ്ഞ സഹാബിമാരെയോ അല്ലെങ്കിൽ മദീനയിലുള്ള 700 പേര് സഹാബിമാരെയോ അവരാരെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ മരണത്തിന് എറിഞ്ഞുകൊടുത്തുകൊണ്ട് തനിക്ക് സുരക്ഷിതനാവണം എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എപ്പോഴെങ്കിലും ആഗ്രഹിച്ചു? ഒരിക്കലും അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഈ സഹാബിമാരിൽ പ്രമുഖരായ പലരും ആയുധം എടുത്തുകൊണ്ട് വന്ന് ഖലീഫയ്ക്ക് കാവല് നിൽക്കാൻ തയ്യാറായിരുന്നു, അദ്ദേഹത്തെ സംരക്ഷിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കലും ആവശ്യമില്ല, എനിക്ക് ആരുടെയും സംരക്ഷണം ആവശ്യമില്ല എന്ന് അദ്ദേഹം തീർച്ചയായും പറഞ്ഞു. കാര്യങ്ങൾ വളരെ ഗുരുതരമായപ്പോൾ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എനിക്കൊരു എഴുത്ത് കൊടുത്തയച്ചു. ഇതിനു ശേഷം പറഞ്ഞു, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എങ്കിൽ താങ്കൾക്ക് സൈനിക സഹായം കിട്ടണമെങ്കിൽ ഒരുപാട് സമയം ഇനിയും വരും. ഈജിപ്തിൽ നിന്നും ഷാമിൽ നിന്നും കൂഫയിൽ നിന്നും ബസ്രയിൽ നിന്നും എല്ലാം സൈന്യം എത്തിച്ചേരാൻ ഒരുപാട് സമയം പിടിക്കും. അതുകൊണ്ട് തന്നെ ബനു അംർ ബിൻ ഔഫ് കുടുംബം, ആ കുടുംബത്തിനെ വേണമെങ്കിൽ അവർ ഏകദേശം മദീനയോട് അടുത്തായി ജീവിക്കുന്ന ആൾക്കാരാണ്, അവരെ വേണമെങ്കിൽ ഞാൻ ഒരുമിച്ച് കൂട്ടാമെന്ന് പറയുകയുണ്ടായി. അത് വലിയൊരു സംഘമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ അങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് പറയുകയുണ്ടായി. അത് തയ്യാറാക്കാൻ വേണ്ടി സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല ഒരു ഭാഗത്ത് ശ്രമങ്ങൾ ആരംഭിച്ചു. അതേസമയം മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പിന്നെ വളരെ പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാൻ ധൈര്യപ്പെട്ടില്ല. കാരണം എന്തെന്നാൽ, ഒന്ന്, സഹാബിമാരുടെയും മുസ്ലിമീങ്ങളുടെയും ചോര മദീനയുടെ മണ്ണിൽ വീഴരുത് എന്ന് അദ്ദേഹത്തിന് വളരെ വലിയ നിർബന്ധമുണ്ടായിരുന്നു. ഈ ദുർമാർഗികളായ ആൾക്കാർ അവരെന്തിനും മടിക്കാത്ത ആൾക്കാരാണ്. എന്ത് കാര്യത്തിലും അവർക്ക് കിട്ടിയതെല്ലാം ലാഭമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അവര് ഇത്തരം വലിയ ചിന്തകളൊന്നും അവരെ നയിക്കുന്നില്ല. എന്നാൽ മഹാനായ നബിയുടെ പരിശുദ്ധമായ നഗരം സത്യവിശ്വാസികളുടെ ചോര വീഴാൻ ഇടവരരുത് എന്ന് നിർബന്ധം ഖലീഫ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏതായിരുന്നാലും മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വീട്ടുതടങ്കലിൽ കഴിയുകയാണ്. അതേസമയം ചെറിയ നിലക്കുള്ള ചർച്ചകളൊക്കെ തന്നെയും നടന്ന് കൊണ്ടിരിക്കുകയാണ്. അതേസമയം പ്രധാനപ്പെട്ട സഹാബിവരന്മാർ പലരും വീണ്ടും വരികയുണ്ടായി. ഉദാഹരണമായിട്ട് മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് അൽ അൻസാരി റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറഞ്ഞു, ഖലീഫ, ഞങ്ങൾ അൻസാരികൾ, ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അൻസാരികളാണ്, ഞങ്ങൾ അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും അൻസാരികളാണ്, ഞങ്ങൾ റെഡിയാണ് താങ്കളെ സംരക്ഷിക്കാൻ. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഹാജത ലീ ഫീ ദാലിക് ഫകുഫു ഐദിയക്കും, എനിക്ക് ആവശ്യമില്ല, ഇപ്പോൾ നിങ്ങൾ തൽക്കാലം പോയിക്കോളൂ എന്ന് പറയുകയുണ്ടായി. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നേരത്തെ നമ്മൾ പറഞ്ഞു, അദ്ദേഹം ഹജ്ജിന് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. അദ്ദേഹം ഹജ്ജിന് പോകാൻ പുറപ്പെടേണ്ട ദിവസമായപ്പോഴേക്കാണ് പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തിരിച്ചു പോവുകയുണ്ടായി. തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം ഖലീഫയോട് പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോകുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്നത് ഖലീഫക്ക് വേണ്ട സുരക്ഷ ഒരുക്കുന്നതിലാണ്. അതുകൊണ്ട് ഞാൻ ഹജ്ജ് യാത്ര ഒഴിവാക്കുകയും അങ്ങയെ സഹായിക്കാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുകയും ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, നിങ്ങൾ ഹജ്ജിന് പോവുക, നിങ്ങൾ ഈ പ്രാവശ്യത്തെ ഹജ്ജിന് നയിക്കുകയും ചെയ്യുക എന്ന് പറയുകയുണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഖലീഫ പറയുന്നതിനനുസരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബാധ്യതയാണ്. മഹാനായ ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും ഒരു പറ്റം സഹാബിവരന്മാരും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം. അബൂ ഹുറൈറ പറഞ്ഞു, ഞാൻ എന്റെ ചെവി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്, തകൂനു ബഅദി ഫിത്നത്തുൻ വഹദാത്തുൻ, എന്റെ ശേഷം പല ഫിത്നകളും പല കുഴപ്പങ്ങളും വരാനിരിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ നബിയോട് ഞാൻ ചോദിച്ചു, വഅൈനൻ നജാതു മിൻഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആ ഫിത്നകളിൽ നിന്നുള്ള രക്ഷ എവിടെയാണ് കുടികൊള്ളുന്നത് എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ അമീറു വഹിസ്ബുഹു, അക്കാലത്തെ ഭരണാധികാരിയും അദ്ദേഹത്തിന്റെ ആൾക്കാരും അവർക്കായിരിക്കും രക്ഷ എന്ന് പറയുകയുണ്ടായി. എന്നതിന് ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നേരെ ഇഷാറത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, ഖലീഫ ഇദ്ദൻ ലനാ ഫലനുഖാതിൽ, സമ്മതം തരണം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുകയുണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു തആല പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ള ഒന്നാണ്,
ഈ വിഷയത്തിൽ ഒരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടരുത്, എനിക്ക് വേണ്ടി ഒരു യുദ്ധത്തിന് പോകരുത് എന്നാണ് പറയുന്നത്. ഇസ്ലാമിക സാമൂഹിക വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഈ വാചകം വലിയ ഗൗരവമായ ഒരു വിഷയമാണ്. കാരണം എന്തെന്നാൽ ഖലീഫക്ക് വഴിപ്പെടുക എന്ന് പറയുന്നത് ഇസ്ലാം നിർബന്ധമായും കൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഖലീഫ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ന്യായം എന്തുണ്ടെങ്കിലും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ പ്രമുഖ സഹാബിവരന്മാരൊക്കെ തന്നെയും അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറായി എങ്കിലും ആ സഹായമൊന്നും അദ്ദേഹം സ്വീകരിച്ചില്ല എന്നാണ് പറയുന്നത്. അതേസമയം ഷാമിൽ നിന്നും ഈജിപ്തിൽ നിന്നും ഇറാഖിൽ നിന്നുമെല്ലാം വരുന്ന സൈന്യമാണെങ്കിലോ ആ സൈന്യം വരാൻ വൈകിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരെത്തുന്നില്ല. ഇവിടെ ആണെങ്കിലോ പ്രശ്നങ്ങൾ ഒക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് തന്നെ സംരക്ഷിക്കാൻ നിങ്ങൾ ആരും വരേണ്ട എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ്? തന്റെ മുമ്പിൽ ഒരു അപകടം വാളൂരി നിൽക്കുകയാണ് എന്ന് അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് അദ്ദേഹം? അത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണ് കാണിക്കുന്നത്. കാരണം താൻ ഷഹീദായി കൊല്ലപ്പെടും, താൻ ഫിത്നയിൽ മരണപ്പെടും എന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി താൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉറപ്പാണ്. അതാണ് ആ നബി പറഞ്ഞ ആ വാക്കിലുള്ള ആ വിശ്വാസമാണ് ഉസ്മാൻ റളിയല്ലാഹു തആല. അതുകൊണ്ട് തന്നെ ആര് സംരക്ഷിച്ചിട്ടും കാര്യമില്ല. നബി ഞാൻ ഇതിൽ ഷഹീദായി കൊല്ലപ്പെടും എന്ന് പറഞ്ഞാൽ അത് നടക്കുക തന്നെ ചെയ്യും എന്ന് പിന്നെ അവർക്കറിയാൻ കഴിയും. ഉസ്മാൻ റളിയല്ലാഹു തആലയ്ക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേസമയം പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, മദീനയിലെ പരിശുദ്ധരായ സഹാബിവരന്മാരിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ, അവരുടെ ജീവൻ വളരെ വലുതാണ്. കാരണം താൻ എന്തായാലും മരിക്കും, അത് നബി പ്രവചിച്ച കാര്യമാണ്. താൻ എന്തായിരുന്നാലും ഷഹീദാൻ പോവുകയാണ്. അത് നബി നേരത്തെ പറഞ്ഞ കാര്യമാണ്, നബിയുടെ പ്രവചനമാണ്, അത് പുലരുക തന്നെ ചെയ്യും. എന്നാൽ അതേസമയം തനിക്കു ശേഷം കാര്യങ്ങളൊക്കെ ഇസ്ലാമിൻ്റെതായ വെറുതിയിൽ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിലോ വളരെ പ്രമുഖരായ സഹാബിവരന്മാരും മദീനയിലെ മറ്റു സഹാബിവരന്മാരെല്ലാവരും ജീവിക്കേണ്ടത് ആവശ്യമാണ്. അവരൊരിക്കലും തന്നെ ഈ വിഷയത്തിൽ അവരുടെ ജീവൻ ബലി നൽകുന്ന സാഹചര്യം വരാൻ പാടില്ല. അലി റളിയല്ലാഹു അൻഹു ആണെങ്കിലും തൽഹത്ത് റളിയല്ലാഹു അൻഹു ആണെങ്കിലും സുബൈർ റളിയല്ലാഹു അൻഹു ആണെങ്കിലും അവരൊക്കെ ഏറ്റവും ഉന്നതരായ ആൾക്കാരാണ്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ ശേഷം ഇസ്ലാമിക രാജ്യത്തിന് കാവൽ നിൽക്കേണ്ട ആൾക്കാരാണ് ഇവരെല്ലാം. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ജീവിക്കണം. ഇവരൊന്നും എനിക്ക് വേണ്ടി പ്രതിരോധത്തിന് വേണ്ടി ഇറങ്ങിക്കൊണ്ട് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുമാത്രമല്ല, അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ആ കാര്യം പ്രമുഖ സഹാബിവരന്മാരോടൊക്കെ പറഞ്ഞു. ആരും ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്ന ഇസ്ലാമിക രാജ്യത്തെ ഓരോ പൗരന്മാരും എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ആരും ഇറങ്ങരുത് എന്ന് പറയുകയുണ്ടായി. ഏതായിരുന്നാലും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവും വിപ്ലവകാരികളും തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം വിഷയങ്ങൾ അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുകയാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട സഹാബിവരന്മാർക്ക് ആർക്കെങ്കിലും അധികാരം ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ശ്രമിച്ചില്ല. കാരണം ഇതൊക്കെ നബി പറഞ്ഞതാണ്. മാത്രമല്ല, നബി നേരത്തെ പറയുകയുണ്ടായല്ലോ, മുനാഫിക്കീങ്ങളായ ആൾക്കാർ, കപടവിശ്വാസികളായ ആൾക്കാർ, അവർ അൻതഖ്ല ഖമീസക്കല്ലദീ ഖമ്മസക്കല്ലാഹു ഫലാ തഖ്ലഉഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ ധരിപ്പിക്കുന്ന ഒരു സ്ഥാനവസ്ത്രം, ആ സ്ഥാനവസ്ത്രത്തെ അഴിപ്പിക്കുവാൻ മുനാഫിക്കീങ്ങൾ ശ്രമിച്ചു വരുമ്പോൾ അതിന് നിങ്ങൾ ഒരിക്കലും വശംവദനാവരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എനിക്കറിയാം. നബി അത് 3 പ്രാവശ്യം ആ ഹദീസിൽ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരണം വരെ മാന്യമായി പിടിച്ചു നിൽക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അതേസമയം ശത്രുക്കളാണെങ്കിലോ അവർ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമാക്കാനുള്ള ശ്രമത്തിലാണ്. മാത്രമല്ല, അവർക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്. എന്തെന്നാൽ ഷാമിൽ നിന്നും ഈജിപ്തിൽ നിന്നുമെല്ലാം സൈന്യം വരുന്നുണ്ട്. ആ സൈന്യം മദീനയിൽ എത്തിച്ചേർന്നാൽ പിന്നെ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഒന്നുകൂടെ മുന്നോട്ട് വെക്കേണ്ടത് ആവശ്യമാണ് എന്നും അവരൊരു ഭാഗത്ത് തീരുമാനിക്കുകയാണ്. ഇതേ സമയം സഹാബിവരന്മാർ എന്ത് ചെയ്തു എന്നറിയോ? അലി റളിയല്ലാഹുവിനെ പോലുള്ള പ്രമുഖ സഹാബിവരന്മാരെല്ലാം ഇടയ്ക്ക് നമ്മളിൽ നിന്ന് മൈക്ക നഷ്ടപ്പെട്ടു പോയതോ ഏതോ ഇൻട്രപ്ഷൻ ഉണ്ടായതാണെന്ന് തോന്നുന്നു. അതിന് ക്ഷമിക്കാം. അലി റളിയല്ലാഹുവിനെ പോലുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ മറ്റൊരു സ്റ്റെപ്പിലേക്കാക്കി. ഖലീഫ നമ്മളോടാണല്ലോ
പിന്നെ നമ്മളോടാണല്ലോ ഖലീഫയ്ക്ക് വേണ്ടി പൊരുതരുത് എന്ന് പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് നമ്മളെ മക്കളെ അറക്കാം എന്ന തീരുമാനത്തിലേക്ക്, അവരുടെ ഒരു താല്പര്യമായിരുന്നു അത്. മഹാനായ അലിയുൻ റളിയല്ലാഹു തആല അൻഹു അവർകൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയെ ഖലീഫയുടെ വീട്ടിലേക്ക് ആയുധവുമായി പറഞ്ഞയച്ചു എന്നാണ്, ഖലീഫയ്ക്ക് വേണ്ടി കാവൽ നിൽക്കാൻ. മഹാനായ സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു തന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെയും തൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു തന്റെ മകൻ മുഹമ്മദ് ബിൻ തൽഹ റളിയല്ലാഹു അൻഹുവിനെയും മറ്റു പല പ്രമുഖ സഹാബിവരന്മാരും അവരുടെ ആൾക്കാരെയും അവരുടെ മക്കളെയും എല്ലാം പറഞ്ഞേക്കുകയുണ്ടായി. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതിനൊന്നും സമ്മതിച്ചില്ല. അദ്ദേഹം അവരോടെല്ലാം വളരെ വ്യക്തമായി പറയുകയുണ്ടായി, നിങ്ങളൊന്നും ഈ വിഷയത്തിൽ ഇടപെടരുത് എന്ന് വ്യക്തമായി പറയുകയുണ്ടായി. സത്യത്തിൽ ഖലീഫ ഇപ്പോൾ ഖലീഫയുടെ വീട്ടിലാണ്, ഖലീഫയും ഖലീഫയുടെ ഭാര്യയും മാത്രമാണ് വീട്ടിന്റെ ഉള്ളിലുള്ളത്. അപ്പം ഒരു ദിവസം അവസാനത്തെ ദിവസങ്ങളിൽ ഒന്ന് ഖലീഫ പുറത്തേക്ക് വന്നുകൊണ്ട് ഉച്ചത്തിൽ ചോദിച്ചു, അലാമ തഖ്തുലൂനനി, എന്തിനാണ് നിങ്ങൾ എന്നെ കൊല്ലുന്നത്, നിങ്ങൾ എന്തിനാണ് എന്നെ കൊല്ലുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. കാരണം ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു മുസ്ലിമായ മനുഷ്യനെ മൂന്നാലൊരു കാരണത്താലേ കൊല്ലാൻ പാടുള്ളൂ. ഒന്ന് റജുലുൻ സനാ ബഅദ ഇഹ്സാനിഹി, വളരെ സന്തോഷം സലാം കേക്കെ. 2 സേവകരും ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് 2 ഭൃത്യന്മാർ ഒപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ വീട്ടിന്റെ കാവൽ ജോലിയിലോ ഉണ്ടായിരുന്നു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല പറഞ്ഞു, 3-4 കാരണം ഉണ്ടാവാതെ ഒരാൾക്കൊരാളെ കൊല്ലാൻ ഇസ്ലാം അനുമതി നൽകുന്നില്ല. ഒരാൾ വിചാരം, രണ്ടാമത്തെ ആൾ മനഃപൂർവ്വം വധം നടത്തിയ ആൾ, മൂന്നാമത്തെ ആൾ മുർത്തദ്ദായ ആൾ. ഈ 3 കാര്യങ്ങളിലും ഞാൻ വിശുദ്ധനാണ്. ഞാൻ ജാഹിലിയത്തിലോ ഇസ്ലാമിലോ ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, ഞാൻ ഒരാളെയും വധിച്ചിട്ടില്ല, ഞാൻ മുസ്ലിമായതിനു ശേഷം പിന്നെ ഒരിക്കലും യുദ്ധത്തിലേക്ക് പോയിട്ടില്ല, അല്ലാഹു ലാ ഇലാഹ ഇല്ലെന്ന് ഞാൻ സത്യസാക്ഷ്യം വഹിക്കുന്നു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ദാസനാണ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്നും, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കൊല്ലുന്നത് എന്ന് അദ്ദേഹം വികാരോജ്വലമായി ചോദിച്ചു എന്നാണ്. ഏതായിരുന്നാലും ഇവര് ഇത്തരം ഉത്ബോധനങ്ങളൊക്കെ വളരെ ഗൗരവമായ സ്വരത്തിൽ അവരുടെ ചെവിയിലും മനസ്സിലും എത്തുന്നുണ്ടെങ്കിലും അതിനൊന്നും അവർ വഴങ്ങുന്നില്ല എന്നതാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ആൾക്കാരുടെ പൊതുവായ സ്വഭാവം, ഒന്ന് തീവ്രവാദം, അത് അങ്ങനെയാണ്. തീവ്രവാദം വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റാരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അത് അവരുടെ മനസ്സിൽ ഏശുകയില്ല. രണ്ടാമത്തേത് ജഹ്ല്, അറിവില്ലായ്മ, അതുണ്ടെങ്കിൽ പിന്നെ അവരെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. വയറൽ അനിൽ ജാഹിലീൻ ഖുർആൻ തന്നെ പറയുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പിന്നീട് എന്ത് ചെയ്തു, അവര് മുത്തമരീദീങ്ങളായ ആൾക്കാർ, അതായത് വിപ്ലവകാരികളായ ആൾക്കാർ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ തീരുമാനിച്ചു. കാരണം ഇനിയും വൈകിയാൽ ഒരു പക്ഷേ ഷാമിലെയും മറ്റുമൊക്കെ സൈന്യം വന്ന് കാര്യങ്ങൾ കൈവിട്ട് പോയേക്കാം എന്നവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പുതിയ സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചു. അതെന്തായിരുന്നു എന്നാൽ, വീട്ടുതടങ്കലിൽ കഴിയുന്ന ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന് ഭക്ഷണവും വെള്ളവും നിഷേധിക്കാൻ തീരുമാനിച്ചു. ഇത് വല്ലാത്തൊരു വേദനാജനകമായ ഒരു സംഭവമായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഇതിനെതിരെയും വളരെ വികാരോജ്വലമായി അവരോട് സംസാരിക്കുകയുണ്ടായി. പക്ഷേ അവർ അതൊന്നും കേൾക്കാനും ഉൾക്കൊള്ളാനും ഒന്നും കഴിയുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. സത്യത്തിൽ അവർ അത്രമാത്രം വലിയൊരു വെള്ളമായിരുന്നു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം വളരെ ശക്തമായി ബലം പ്രയോഗിച്ചുകൊണ്ട് തന്റെ കുതിരപ്പുറത്ത് കയറുകയും വെള്ളപ്പാത്രവുമായി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറുകയും ചെയ്യുകയുണ്ടായി എന്നാണ്. അലി അള്ളാഹുവിനെ പോലുള്ള ഒരു വലിയ ആളെ തടയാൻ ശത്രുക്കൾക്ക് പെട്ടെന്ന് കഴിയുമായിരുന്നില്ല എന്നാണ്. അതേപോലെ തന്നെ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയതമയായിരുന്നു ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ. ഉമ്മു ഹബീബ എന്ന റംല റളിയല്ലാഹു തആല അൻഹ, അവര് അബൂ സുഫിയാന്റെ മകൾ കൂടിയാണ്, മുആവിയയുടെ സഹോദരിയാണ്. അവര് പിന്നെ ഒരു വെള്ളപ്പാത്രം, തോൽപാത്രത്തിൽ വെള്ളം തന്റെ വസ്ത്രത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട്, പെണ്ണ് എന്നില്ല ഒരു പരിഗണന പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ വീട് വളഞ്ഞു നിൽക്കുന്ന ശത്രുക്കൾ അവരെ തടയുകയുണ്ടായി. അവരെ തടഞ്ഞപ്പോൾ, നീ എന്തിനു പോകുന്നു, എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഞങ്ങളുടെ ചില കുടുംബകാര്യങ്ങൾ ഉസ്മാൻ ബിൻ അഫ്ഫാനെ ഓർമ്മിപ്പിക്കാനുണ്ട്, അതിനുവേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു. ഒരു കുടുംബക്കാരാണല്ലോ, ആ അർത്ഥത്തിൽ പോവുകയാണ് എന്ന് പറഞ്ഞു. ഏതായിരുന്നാലും അപ്പോ അവര് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ
പിടിക്കുകയും ഉന്തുകയൊക്കെ ചെയ്യേണ്ടായി. ഈ ഉന്തലിന്റെയും പിടിയുടെ അപ്രതീക്ഷിതമായി ഉണ്ടായ പിടിയും വലിയിലും പെട്ട് ഹബീബ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഈ വെള്ളത്തിന്റെ തോൽപാത്രം നിലത്തേക്ക് വീണുപോയി എന്നാണ്. അതോടുകൂടെ പിന്നെ അവര് ഹബീബ റളിയല്ലാഹു തആല അൻഹയെ ശല്യം ചെയ്യുകയും, നോക്കൂ, ഇതാണ് പറയുന്നത്, ഇവരൊക്കെ ഒരു നല്ല ഉദ്ദേശത്തോടെയല്ല. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ അവരെ സത്യവിശ്വാസികളുടെ ലോകം ഉമ്മ ആയി കാണേണ്ടവരാണ്, ഉമ്മ എന്ന് വിളിക്കേണ്ടവരാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പ്രീതമ ഹബീബ റളിയല്ലാഹു തആല അൻഹയ്ക്ക് നേരെ വരെ കയ്യേറ്റം നടത്താനുള്ള ഒരു ശ്രമമാണ് പിന്നെ അവര് നടത്തുന്നത് എന്നാണ്. എന്തായിരുന്നാലും ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വെള്ളവും ഭക്ഷണവും അവർ വിലങ്ങി തടഞ്ഞു എന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവും തന്റെ കുടുംബവും തന്റെ ഭൃത്യന്മാരും അവിടെ വീട്ടിന്റെ ഉള്ളിൽ വല്ലാത്ത കഷ്ടപ്പാടായി. തന്റെ വീടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന വീട് അംർ ബിൻ ഹിസാമിന്റേതായിരുന്നു എന്നാണ്. ഈ അംർ ബിൻ ഹിസാമിന്റെ വീട്ടിൽ നിന്ന് വെള്ളം വരുന്ന ഒരു മാർഗമുണ്ടായിരുന്നു. ആ മാർഗത്തിലൂടെ വരുന്ന ഒരു ചെറിയ വെള്ളം, ആ വെള്ളം മാത്രമാണ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വീട്ടിലുണ്ടായിരുന്നത്. പക്ഷേ 2 ദിവസത്തിന് ശേഷം 3-ാം ദിവസം അവരതും തന്നെ, അതായത് ദുൽഹജ്ജ് ഹിജ്റ വർഷം 35 ദുൽഹജ്ജ് മാസം 17-ാം തീയതിയാണെന്ന് ചില ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ആ ദിവസം അവർ ആ വെള്ളവും തടഞ്ഞു എന്നാണ്. അങ്ങനെ ഈ സമയത്ത് ഈ മുത്തമർരിദീങ്ങളായ ആൾക്കാർക്ക്, അതായത് ഈ വിപ്ലവകാരികളായ ആൾക്കാർക്ക് ഷാമിൽ നിന്നും ബസറിൽ നിന്നും കൂഫയിൽ നിന്നൊക്കെയുള്ള സൈന്യം വരാൻ ആയിരിക്കുന്നു, അവർ അധികം വൈകാതെ എത്തും എന്ന ഒരു ഭീതി വല്ലാതെ കൂടിയ സന്ദർഭത്തിൽ, കാരണം വലിയൊരു സൈന്യത്തെയാണ് അവിടെ വെച്ച് അയച്ചിരുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് വലിയൊരു സൈന്യത്തെ അയച്ചു. അതിന്റെ തലവൻ ഹബീബ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നാണ്. കൂഫയിൽ നിന്ന് വരുന്ന സൈന്യത്തിന്റെ തലവൻ ഖഅഖാ ബിൻ അംർ തമീമിയാണ്. ഖഅഖാ ബിൻ അംർ തമീമി തീർച്ചയായും പൊതുവെ നമ്മൾ കേൾക്കാത്തൊരു വ്യക്തിത്വമാണ്, പൊതുവെ നമ്മൾ വ്യാപകമായി കേൾക്കാത്തൊരു വ്യക്തിത്വമാണ്. പക്ഷേ ചരിത്രാധ്യായങ്ങൾ പഠിക്കുമ്പോൾ വളരെയേറെ പഠിക്കേണ്ട ഒരു പ്രധാന വ്യക്തിയാണ് സത്യത്തിൽ ഖഅഖാ ബിൻ അംർ തമീമി എന്ന് പറയുന്ന ആൾ. ഇൻഷാ അല്ലാഹ് ചരിത്രാധ്യായങ്ങളിൽ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ പരിചയപ്പെടാൻ ശ്രമിക്കേണ്ടതുണ്ട്. ബസ്രയിൽ നിന്ന് വന്നവരുടെ നേതാവ് മുജാശഅ ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഈജിപ്തിൽ നിന്ന് വന്ന ആൾക്കാരുടെ നേതാവ്, സൈന്യത്തിലെ നേതാവ് മുആവിയ ബിൻ ഇവരുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സൈന്യം മദീനയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം അവിടുത്തെ ഗവർണർമാരാരും വന്നിട്ടില്ല. കാരണം ഗവർണർമാർ അവിടെ വിട്ട് പോരുന്നത് വലിയ അപകടങ്ങൾ ഉണ്ടാകും. കാരണം വിപ്ലവമാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് പ്രവിശ്യകളെയും കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. അതുകൊണ്ട് അവർ വന്നിട്ടില്ല. അപ്പൊ അവരിങ്ങനെ പോരുകയാണ്. അങ്ങനെ പോരുന്ന ഈ സന്ദർഭത്തിലാണ് അവർ മദീനയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ വിപ്ലവകാരികളായ ആൾക്കാർ കാര്യങ്ങൾ ഒന്നുകൂടെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും, കൃത്യമായി പറഞ്ഞാൽ ദുൽഹജ്ജ് 17-ാം തീയതി, 35-ാം വർഷത്തിലെ ദുൽഹജ്ജ് 17-ാം തീയതി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് അന്ന് നോമ്പായിരുന്നു. അങ്ങനെ നോമ്പായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നോമ്പ് തുറക്കാൻ വേണ്ടിയുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിക്കാൻ സഹാബിമാർ കഠിനമായി ശ്രമം നടത്തുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല. നോമ്പ് തുറക്കേണ്ട സമയമായി, പക്ഷേ നോമ്പ് തുറക്കാൻ ഒന്നും കിട്ടിയില്ല. അദ്ദേഹത്തിനും കിട്ടിയില്ല, അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും കിട്ടിയില്ല. ആ ദിവസം മുഴുവനും അദ്ദേഹത്തിന് നോമ്പ് തുറക്കാനേ കഴിഞ്ഞില്ല എന്നാണ്. പിന്നെ അത്താഴത്തിന്റെ സമയമായപ്പോഴേക്ക് അവരുടെ ഭാര്യ ഒപ്പമുണ്ടായിരുന്ന ഭാര്യ ഉമ്മുൽ ബനീൻ ഒപ്പമുണ്ടായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. എന്തായിരുന്നാലും നായില റളിയല്ലാഹു അൻഹ ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളത് അവിതർക്കിതമായ കാര്യമാണ്. നായില ബിൻത് അൽ ഫറാഫിസ റളിയല്ലാഹു തആല അൻഹ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ, പിന്നെ വളരെ രഹസ്യമായി അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളം സംഘടിപ്പിക്കുകയുണ്ടായി. ആ വെള്ളം അങ്ങോട്ട് കൊടുത്തു. അപ്പോഴേക്ക് അത്താഴത്തിന് സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു, അതുവരെ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ഭാര്യ പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവോട്, നിങ്ങൾ നോമ്പ് തുറന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ജനവാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമയം വൈകിയിരിക്കുന്നു, നേരം പുലർന്നിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും നോമ്പിലേക്ക് പോവുകയാണ്. 2-ാം ദിവസവും അദ്ദേഹം നോമ്പ് തുറക്കാതെ തന്നെ 2-ാം ദിവസവും നോമ്പിലേക്ക് പോവുകയാണ്. വേറെ മാർഗമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. എന്തായിരുന്നാലും നായില റളിയല്ലാഹു അൻഹ ചോദിച്ചു, നിങ്ങൾ രാത്രി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നാണ്.
മഹാനായ ഉസ്മാൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയുണ്ടായി. നമ്മുടെ ഈ വീടിന്റെ മച്ചിൻ മുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളവുമായി വരികയും എന്നോട് കുടിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ കുടിച്ച് ദാഹം തീർക്കുകയുണ്ടായി. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ എനിക്ക് വല്ലാത്തൊരു ഒരു താല്പര്യം ഉണ്ടാകുകയുണ്ടായി. മാത്രമല്ല നബി എന്നോട് പറഞ്ഞു, ജനങ്ങൾ അവർ പിന്നെ അരുതാത്ത കാര്യങ്ങൾ ചെയ്തേക്കും, എന്തായിരുന്നാലും അവരോട് നീ ഏറ്റുമുട്ടുകയാണെങ്കിൽ നീ വിജയിച്ചേക്കാം ഒരു പക്ഷേ അവരെ നീ ഉപേക്ഷിക്കുകയാണെങ്കിൽ, അവരെന്താണ് ചെയ്യുന്നത് അത് ചെയ്തോട്ടെ എന്ന് വെക്കുകയാണ് എങ്കിൽ നാളെ നോമ്പ് തുറക്കാൻ നീ ഞങ്ങളോടൊപ്പം ആയിരിക്കും എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഒന്ന്, വിപ്ലവകാരികളോട് ഏറ്റുമുട്ടുകയാണ് എങ്കിൽ നിനക്ക് വിജയിക്കാം, അല്ല ഏറ്റുമുട്ടാൻ തയ്യാറാകുന്നില്ലെങ്കിലോ നീ നാളെ ഞങ്ങളുടെ അടുക്കൽ എത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. മഹാനായ ഉസ്മാൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹു തന്റെ മനസ്സുകൊണ്ട് തന്നെ അന്ത്യയാത്രക്ക് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുവാനും നബിയുടെ അടുത്തെത്തുവാനുമുള്ള വെമ്പൽ പൂണ്ടു നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മാനസം. അതുകൊണ്ട് തന്നെ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുവാനുള്ള മോഹവുമായി, അന്ന് വ്യാഴാഴ്ചയായിരുന്നു, ആദ്യത്തെ ദിവസം വ്യാഴാഴ്ചയായിരുന്നു, ഈ ദിവസം രണ്ടാമത് അദ്ദേഹം നോമ്പ് നോക്കുന്നത്. ഈ വ്യാഴാഴ്ച രാത്രിയിലാണ് അദ്ദേഹം, അതായത് വെള്ളിയാഴ്ചയുടെ രാത്രിയിലാണ് അദ്ദേഹം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുകയുണ്ടായത്. പിന്നെ പിറ്റേന്ന് വെള്ളിയാഴ്ച, അതായത് 18-ാം തീയതി ദുൽഹജ്ജ് 18, ഹിജ്റ വർഷം 35-ാം വർഷത്തിലെ ദുൽഹജ്ജ് 18-ാം തീയതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകൻ മൂന്നാം ഖലീഫയുമായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് സഹാബിമാരിൽ കസീർ ഇബ്നു സൽത്ത് റളിയല്ലാഹു തആല അൻഹു കടന്നു എന്നുകൊണ്ട് പറഞ്ഞു, ഉസ്മാൻ, താങ്കൾ വീട്ടിന്റെ ഉള്ളിലിരിക്കരുത്, വീട്ടിന്റെ കോലായിലിരിക്കുക. ജനങ്ങളൊക്കെ താങ്കളുടെ തേജോമയമായ മുഖം കാണട്ടെ. അങ്ങനെ കാണുമ്പോൾ അവർക്കൊരലിവ് തോന്നിയാലോ. ഏതായിരുന്നാലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ വീടിന്റെ പുറത്തേക്ക് വന്നു, എല്ലാവരെയും കാണാനും എല്ലാവരെയും കാണിക്കുവാൻ വേണ്ടിയും തന്നെ. അദ്ദേഹം പരിക്ഷീണിതനായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് 82 വയസ്സ് പ്രായമായിരുന്നു അന്ന്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മഹാനായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്, ഇന്നേ ദിവസത്തെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായി തന്നെ ഞാൻ അന്ത്യയാത്രക്ക് പോകും എന്ന് അദ്ദേഹം ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് അന്ന് നോമ്പ് തുറക്കാൻ അവിടെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ മരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അദ്ദേഹം മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവസാനം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിവരന്മാരുടെ ചുണക്കുട്ടികളായ മക്കളും പേരമക്കളും അദ്ദേഹത്തിന് വേണ്ടി പ്രതിരോധ നിര തീർക്കുവാൻ വേണ്ടി അവർ മുന്നോട്ട് വന്നു എങ്കിലും അദ്ദേഹം എല്ലാവരെയും മടക്കി അയക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, അദ്ദേഹം ഏറ്റവും അവസാനമായി അവിടുന്ന് എല്ലാവരും പുറത്താക്കിയെന്നാണ്. അവസാനമായി പുറപ്പെട്ടത് ഹസൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു എന്ന് ചരിത്രങ്ങളുണ്ട്. അങ്ങനെ അന്നേ ദിവസം, ആ വെള്ളിയാഴ്ച ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹു സുന്നത്ത് നമസ്കരിക്കാൻ നിന്നു. ആ നിസ്കാരത്തിൽ അദ്ദേഹം സൂറത്ത് ത്വാഹ ആണ് ഓതിയത്. എന്നതിന് ശേഷം അദ്ദേഹം മുസാഫ് എടുത്ത് ഓതുവാൻ തുടങ്ങിയാണ്. ഇതേ സമയം വിപ്ലവകാരികൾ പുറത്ത് വളരെ ഗൗരവമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സൈന്യം ഏകദേശം എത്താനായിട്ടുണ്ടാവും എന്ന ഒരു തോന്നൽ, എന്നൊരു ഭയം അവർക്കുണ്ടായിരുന്നു. ഏതായിരുന്നാലും അതുകൊണ്ട് ഇനി അവസാന ഇതിലേക്ക് പോവുക എന്ന തീരുമാനം തന്നെയാണ് അവർ കൈക്കൊണ്ടത്. കിനാനത്ത് ബിൻ ബഷീർ എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ, അയാൾ മുന്നോട്ട് പോവുകയും അയാൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ വാതിലിന് തീ വെക്കുകയും ചെയ്തു എന്നാണ്. വാതിലിന് തീ വെച്ചുകൊണ്ട് ആണ് അവരകത്ത് കടന്നത് എന്നൊരു അഭിപ്രായമുണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ വീടിന്റെ മുകൾ ഭാഗത്തിലൂടെ ഭവനഭേദം നടത്തിക്കൊണ്ട് ഉള്ളിലേക്ക് കടക്കുകയായിരുന്നു എന്നും അഭിപ്രായമുണ്ട്. ആരാണ് പ്രവേശിച്ചത്, ആദ്യം പ്രവേശിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ട് എന്നാണ്. എന്തായിരുന്നാലും ചരിത്രങ്ങളൊക്കെ ഏകകണ്ഠമായി പറയുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹുവും
അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ചരിത്രഭാഗങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് അതിൻ്റെതായ വിഷമവും വേദനയും എല്ലാം ഉണ്ട് എന്നാണ്. മഹാനായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനോഹരമായ നീണ്ട താടിയിൽ പിടിച്ചു വലിക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിന് തന്നെ അത്ഭുതത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ താടിയും ഈ താടിയുള്ള മുഖത്തെയും നിന്റെ പിതാവ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വല്ലാതെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നതാണ് എന്നുവരെ പറയുകയുണ്ടായി. മഹാനായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ ഖുർആനിലേക്ക് തന്നെ തിരിഞ്ഞു നടന്നു. അദ്ദേഹം ഖുർആൻ പാരായണത്തിൽ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ടായിരുന്ന മുസ്ഹഫിൽ സൂറത്തു അൽ ബഖറയിലെ 137-ാമത്തെ വചനത്തിലെ ഫസയക്ഫീകഹുമുല്ലാഹു എന്ന ആയത്തിലേക്ക് ചൂടുള്ള ചോര ഇറ്റി വീണു. അത് മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തമായിരുന്നു. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ചതുപോലെ തന്നെ വിപ്ലവകാരികളാൽ അദ്ദേഹം സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ അരുംകൊല ചെയ്യപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖലോക സ്വർഗ്ഗത്തിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ മഹാനായ ശ്രേഷ്ഠവാനായ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടുമുട്ടുവാൻ പാപികളായ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സച്ചരിതരായ സഹാബിവര്യന്മാരുടെ മഹത്തായ പാതയിലൂടെയും പാരമ്പര്യത്തിലൂടെയും നടന്നു പോകാനുള്ള ഭാഗ്യം അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞതിലും നമ്മൾ നിരീക്ഷിച്ചതിലും നമ്മൾ വിലയിരുത്തിയതിലും നമ്മിൽ നിന്ന് എന്തെങ്കിലും അറിവില്ലായ്മ കൊണ്ട് പാകപ്പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗഫൂറും ഗഫാറുമായ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുകയാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന അധ്യായം താൽക്കാലികമായി എല്ലാ കേട്ട നല്ലവരായ സഹോദരങ്ങൾക്കും സ്നേഹസമ്പന്നമായ നന്ദി നേർന്നുകൊണ്ട് അസ്തൗദിഉകുമുല്ലാഹ ദീനക്കും വ അമാനാതിക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.